ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥാ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതേ അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശക. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെ സിലബസ് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ ഇന്ന് എത്തിയവർക്കെല്ലാം അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് നോട്ട് പറഞ്ഞാൽ മതി, അതിൻ്റെ ഇത് കോപ്പി ഉണ്ടെങ്കിൽ ഇട്ട് തരും. അപ്പം സിലബസ് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. ആ സിലബസ് അനുസരിച്ചൊരു ക്ലാസ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നവരിൽ കഴിഞ്ഞ ക്ലാസ് നോക്കുമ്പോൾ ചില ഈ ബാച്ച് പുതുതായിട്ടുള്ളവരും അല്ലെങ്കിൽ കുറച്ച് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ ഇത് എത്രത്തോളം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എനിക്ക് സ്വല്പം കൂടെ കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് അത് ക്യാച്ചപ്പ് ചെയ്യാൻ സാധിക്കണം, അത്രയേ ഉള്ളൂ. മറ്റു സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാൻ ചാൻസ് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ചാപ്റ്റർ, ഞാൻ എൻ്റെ സിലബസിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞത് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും, അതുപോലെ തന്നെ ആ തുടക്കം വീതി ലക്ഷണങ്ങളും ഫലങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്, വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. ഇത് ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ കഴിഞ്ഞാണ് എടുത്തതാണ്. വീതി ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിമ്നോന്നതി, ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പുരയിടത്തിൻ്റെ ആയാലും ഒരു പ്ലോട്ടിൻ്റെയാണ് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയാണ് പ്രധാനമായിട്ടും. അത് നിമ്നോന്നതിയാണ്. നിമ്നം മീൻസ് താഴ്ച, ഉന്നതി മീൻസ് ഉയർച്ച. അപ്പോൾ നിമ്നോന്നതി മീൻസ് താഴ്ചയും ഉയർച്ചയും. അപ്പോൾ ഏത് ഭാഗം താഴ്ന്നിരിക്കുന്നു, ഏത് ഭാഗം പൊങ്ങിയിരിക്കുന്നു, അപ്പോൾ അതനുസരിച്ചുള്ള അതിൻ്റെ ഫലങ്ങൾ, അതാണ് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പടിഞ്ഞാറ് വശം താഴ്ന്നും കിഴക്ക് വശം പൊങ്ങിയിരുന്നാൽ അത് നല്ലതല്ല. തിരിച്ച് കിഴക്ക് താഴ്ന്നും പടിഞ്ഞാറ് പൊങ്ങിയിരുന്നാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ അങ്ങനെ ഈ താഴ്ച പൊക്കം അനുസരിച്ച്, അതായത് നിമ്നോന്നതി അനുസരിച്ച് ഭൂമിയെ 20 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ നിമ്നോന്നതി അനുസരിച്ച് ആ 20 തരവും ഡിപ്ലോമ കോഴ്സിൽ നമ്മളത് പഠിച്ചതാണ്. എന്നാലും നമുക്കൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്ന് അന്ന് പറഞ്ഞതുപോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പറ്റുമെന്ന് വരും. എന്നാലും അതിലൊന്ന് പെട്ടെന്ന് നോക്കാം. ഇത് പുസ്തകത്തിൽ നിങ്ങൾക്ക് 3 പുസ്തകത്തിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ ഇതുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, റെഫർ ബുക്ക് ഓൺ പേജ് 10 to 14. ഒന്നാമത്തെ പുസ്തകം, അത് വോളിയം 1, വോളിയം 2, വോളിയം 3 എന്ന് 3 പുസ്തകം ഉള്ളതിൽ വോളിയം 1 10ാമത്തെ പേജ് മുതൽ 14ാമത്തെ പേജ് വരെ ഈ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും അതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ഈ ബേസിക് ഡിപ്ലോമ കോഴ്സ് ഇല്ലാത്ത ഒരു കാര്യം ഇത് കഴിഞ്ഞിട്ട് ഒരു ചുരുക്കി പറയാം, വീതി ലക്ഷണങ്ങളും ഫലങ്ങളും ചുരുക്കി പറയാം. അതായത് നിമ്നോന്നതി, പൊക്കവും ഇറക്കവും. അതുപോലെ ഈ ലാൻഡ്സ്കേപ്പിംഗ് അത് കഴിഞ്ഞിട്ട് വരും. ആ ലാൻഡ്സ്കേപ്പിംഗിലോട്ട് പോകാൻ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. സെക്കൻഡ്,
ഇപ്പൊ സ്ക്രീനിൽ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും എന്നുള്ള എല്ലാവർക്കും കാണാമോ? ഓക്കെ ഓക്കെ. അത് ഇടയ്ക്ക് നെറ്റൊന്ന് ചെറിയൊരു ലൂസായെന്ന് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു, ഇടയ്ക്കൊന്ന് പോയി. ഓക്കെ. അപ്പോൾ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും നമ്മളൊന്ന് ആദ്യത്തെ ഓടിച്ച് നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഇതൊരു പ്ലോട്ടോ അല്ലെങ്കിൽ വീടോ ആണെങ്കിൽ ഇത് പ്ലോട്ടിനാണ് മെയിനായിട്ട് വീതി ലക്ഷണങ്ങൾ വരുന്നത്. അതായത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ളതിൽ ഇതിപ്പം ആരോ കാണിച്ചിരിക്കുന്നത് അത് പടിഞ്ഞാറ് വശം പൊങ്ങിയും കിഴക്ക് വശം താഴ്ന്നുള്ളൊരു പ്ലോട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആരോ പോകുന്നത് താഴ്ന്ന ഭാഗത്തേക്കാണ്, പൊങ്ങിയ ഭാഗത്തു നിന്നും താഴ്ന്ന ഭാഗത്തേക്കാണ് ആരോ പോകുന്നത്. അതായത് ഇവിടെ താഴ്ച, ഇവിടെ ഉയർച്ച. അപ്പോൾ ഉയർന്ന ഭാഗം ആര്യയുടെ വായും മറ്റേ ആര്യയുടെ പോയിന്റ് ചെയ്യുന്ന ഭാഗം താഴോട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് വശം പൊങ്ങിയും കിഴക്ക് വശം താഴ്ന്നുമുള്ള ഭൂമിയാണ്. ഞങ്ങൾക്ക് മിക്കവാറെല്ലാം പിന്നെ ബേസിക് കോഴ്സ് അല്ലെങ്കിൽ നേരത്തെ ഇത് മനസ്സിലാക്കിയതായിരിക്കാം, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ കാണിക്കുകയാണ്. ഇതിന് ഗോവീഥി എന്ന് പറയും. പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താഴ്ന്നുമുള്ള ഭൂമിക്ക് ഗോവീഥി എന്ന് പറയും. അപ്പോൾ അതിന് 500 വർഷം അഭിവൃദ്ധിയാണെന്നാണ്. വളരെ നല്ലൊരു ഗുണകരമായ ഒരു സ്ലോപ്പാണ്. പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താഴ്ന്നു, അത് ഗോവീഥി എന്ന് പറയും. 500 വർഷം വരെ അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താഴ്ചയുള്ള സ്ഥലത്ത് ആ ഒരു സ്ലോപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വീട് വെച്ച് താമസിച്ചാൽ ആ താമസം തുടങ്ങുന്നത് പോലെ 500 വർഷം വരെ. അപ്പോൾ 500 വർഷം ഒരാൾക്കില്ല. അപ്പോൾ ഒരാൾ കഴിഞ്ഞ് അടുത്ത വേറെ ആരായാലും ശരി, ആ വീട്ടിൽ താമസം തുടങ്ങി 500 വർഷം വരെ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തത് ഇത് നോക്കാം. അതായത് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ അഗ്നിമൂല എന്നും പറയും. അതിനൊക്കെ അറിയായിരിക്കും അഗ്നിമൂല. അപ്പോൾ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗം താഴ്ന്നും, നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വായുമൂലയുടെ ഭാഗം പൊങ്ങിയുള്ള ഭൂമി, ഈ ചരിവുള്ള ഇങ്ങനെയുള്ള ഭൂമി, ഈ അഗ്നിവീഥി എന്ന് പറയും. അഗ്നിവീഥിക്ക് അത് നല്ലതല്ല. 12 വർഷത്തെ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറയുന്നെങ്കിലും അത് കഴിഞ്ഞ് ധനനാശമാണ്. നമ്മളൊരു വീട് വയ്ക്കുന്നത് ഒരിക്കലും 12 വർഷത്തേക്കൊന്നും അല്ല. പക്ഷെ 12 വർഷം വരെ വീട് വെച്ച് ആദ്യത്തെ 12 വർഷങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകും. അത് കഴിഞ്ഞ് സാമ്പത്തികമായ പ്രയാസങ്ങൾ, ധനനാശം ഉണ്ടാകും. അതാണ് ഈ അഗ്നിവീഥിയുടെ ഫലം. ഈ ഫലങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടുകയാണെങ്കിൽ അത് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ ഓക്കെ. അടുത്തത് ഇവിടെ ഇപ്പം വടക്കുവശം പൊങ്ങിയും തെക്കുവശം താഴ്ന്നുമുള്ള ഭൂമി, ഇത് നല്ലതല്ല. തെക്കുവശം പൊങ്ങിയും വടക്കുവശം താഴ്ന്നുള്ളത് നല്ലതാണ്. ഇത് വടക്ക് പൊങ്ങിയും തെക്ക് താഴ്ന്നുമുള്ള ഭൂമി നല്ലതല്ല. ഇതിന് യമവീഥി എന്ന് പറയും. ഇതിന്റെ ഫലം പറയുന്നത് 8 വർഷത്തെ അഭിവൃദ്ധിക്ക് ശേഷം മരണം എന്നാണ്. 8 വർഷം വരെ അവിടെ അഭിവൃദ്ധി ഉണ്ടാകും. അത് കഴിഞ്ഞ് മരണമോ അല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥകളോ, മരിച്ചു കഴിഞ്ഞാൽ മരണം വേണമെന്നില്ല, അല്ലെങ്കിൽ ശരീരമൊന്നും അനങ്ങാൻ വയ്യാതെ അങ്ങനെ കിടക്കുക, അങ്ങനെയുള്ളതൊക്കെ മരണത്തിന് തുല്യമായ അവസ്ഥയോ ഉണ്ടായിന്ന് വരാം ഈ യമവീഥിയാണെങ്കിൽ. വടക്ക് പൊങ്ങിയും തെക്ക് താഴ്ന്നുമുള്ള ഭൂമി അത് കറക്റ്റ് ചെയ്യാതെ, ദോഷപരിഹാരം ചെയ്യാതെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ. അടുത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗം, കന്നിമൂല എന്നോ അല്ലെങ്കിൽ നിവൃത്തി മൂല എന്നോ നമ്മൾ പറഞ്ഞ കന്നിമൂല എന്ന് പറഞ്ഞ ഭാഗം, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നും വടക്ക് കിഴക്ക് ഭാഗം പൊങ്ങിയുള്ള ഭൂമി. ഇതും വളരെ മോശമാണ്. വടക്ക് കിഴക്ക് പൊങ്ങി തെക്ക് പടിഞ്ഞാറ് താഴ്ന്നു. അതായത് പൊങ്ങിയിരിക്കേണ്ട സ്ഥലമാണ് ശരിക്കും തെക്ക് പടിഞ്ഞാറ്, അവിടെ താഴ്ന്നും. താഴ്ന്നിരിക്കേണ്ട സ്ഥലമായ വടക്ക് കിഴക്ക് അവിടെ പൊങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഭൂമിക്ക് ഭൂതവീഥി എന്ന് പറയും. 6 വർഷത്തെ അഭിവൃദ്ധിക്ക് ശേഷം അർത്ഥനാശം. അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വിധത്തിലുള്ള നാശങ്ങൾ, അർത്ഥം കഴിഞ്ഞാൽ സ്ഥാപന ജംഗമ സത്തുക്കളുടെ എല്ലാം അവരുടെ എല്ലാം നാശം ഉണ്ടാകുന്നതാണ് ഭൂതവീഥി. ഓക്കെ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ 20 വിധത്തിലുള്ള ഭൂമിയുണ്ട്. അത് അടുത്തത് കിഴക്ക് പൊങ്ങിയും പടിഞ്ഞാറ് താഴ്ന്നുള്ള ഭൂമി. നേരത്തെ ആദ്യം പറഞ്ഞ ഗോവീഥിയുടെ നേരെ എതിരെ. ഇത് നല്ലതല്ല. കിഴക്ക് വശം പൊങ്ങിയും പടിഞ്ഞാറ് വശം താഴ്ന്നിരിക്കുന്നത് നല്ലതല്ല. ഇതിനെ വരുണവീഥി എന്ന് പറയും. അപ്പോൾ ഇതിന് 10 വർഷത്തെ നേട്ടങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം എന്നാണ്. 10 വർഷം വരെ പ്രശ്നമില്ലാതിരിക്കും. അത് കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ്, സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസം ഉണ്ടാവും. ഇത് വരയ്ക്കണം തന്നെ ഇല്ല, പുസ്തകത്തിൽ പുസ്തകം കിട്ടുകയാണെങ്കിൽ അതിനകത്തുണ്ട്. ഇത് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗം പൊങ്ങിയും നോർത്ത് വെസ്റ്റ് വായുമൂല അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നുമുള്ള ഭൂമി, ഇങ്ങനെയുള്ള ഭൂമിക്ക് നാഗവീഥി എന്ന് പറയും. ഇവിടെ 100 വർഷത്തെ അഭിവൃദ്ധി പറയുന്നുണ്ടെങ്കിലും പുത്രഹാനി, 100 വർഷം അഭിവൃദ്ധി ഉണ്ടായാലും ശരി, പുത്രഹാനി എന്ന് പറഞ്ഞാൽ
ഒന്നുകിൽ പുത്രന്മാർ ജനിക്കാതിരിക്കുകയോ അല്ല ജനിക്കുകയാണെങ്കിൽ അവർക്ക് കാര്യമായ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയോ ആരോഗ്യപരമായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യും. അപ്പോൾ പുത്രന്മാർക്ക് ദോഷമാണ്. അപ്പോൾ എത്ര അപൂർത്തി ഉണ്ടായാലും പുത്രന്മാർക്ക് ദോഷം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമായിട്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതും ദോഷകരമാണ് നാഗവീതി. തെക്ക് കിഴക്ക് ഭാഗം പൊങ്ങിയും വടക്ക് പടിഞ്ഞാറ് താന്നുള്ള ഭൂമി. ഇതാണെങ്കിൽ തെക്ക് വശം പൊങ്ങിയും വടക്ക് വശം താന്നുള്ള ഭൂമി. ഇതിന് ഗജവീഥി എന്ന് പറയും. ഇത് വളരെ നല്ലതാണ്. തെക്ക് പൊങ്ങിയും വടക്ക് താന്നുള്ള ഭൂമി വളരെ നല്ല ഭൂമിയാണ്. 100 വർഷത്തെ അപൂർത്തിയും അത് കഴിഞ്ഞ് ധനാഗമം, സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഭൂമിയാണ്. അടുത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും വടക്ക് കിഴക്ക് താന്നു. ഇതും വളരെ നല്ല ഭൂമിയാണ്. കാരണം തെക്ക് പടിഞ്ഞാറ് പൊങ്ങിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്, വടക്ക് കിഴക്ക് താന്നിരിക്കുന്നത് നല്ലതാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം പൊങ്ങിയും ഈശാനുമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് താന്നുള്ള ഭൂമി. ഇതിന് ധാന്യവീഥി എന്ന് പറയും. അതിൻ്റെ ഫലം പറയുന്നത് 1000 വർഷത്തെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്, ഐശ്വര്യം അപൂർത്തി ഉണ്ടാകുന്നതാണ്. ഏറ്റവും നല്ല ഭൂമിയാണ്. അടുത്തത് ഇവിടെ നോക്കുക, ആരോടെ നോക്കുക. അതായത് കിഴക്ക് കഴിഞ്ഞ് പക്ഷെ തെക്ക് കിഴക്കായിട്ടില്ല. അതായത് കിഴക്കിനും തെക്ക് കിഴക്കിനും മധ്യമാണിത് ഈ ആരോ പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രവേശം പോയിന്റ് ചെയ്യുന്നത് പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും മധ്യമാണ്. അതായത് കിഴക്കിനും തെക്ക് കിഴക്കിനും മധ്യഭാഗം താന്നും പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. പടിഞ്ഞാറ് വശത്തിൻ്റെയും വടക്ക് വശത്തിൻ വടക്ക് പടിഞ്ഞാറ് വായുമൂല, വായുമൂലയുടെയും പടിഞ്ഞാറിൻ്റെയും മധ്യഭാഗം പൊങ്ങിയും അതുപോലെ തന്നെ കിഴക്കിൻ്റെയും സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയുടെയും മധ്യഭാഗം താന്നുള്ള ഈ ഭൂമി, ഇങ്ങനെ വരുന്ന ഭൂമിക്ക് അതിന് അബദ്ധം എന്ന് പറയും. അതും ദോഷകരമായ ഒരവസ്ഥയാണ്. അതിന് പരസ്പര ശത്രുതയും കലഹവും ഉണ്ടാകുന്നതാണ്, നല്ലതല്ല അത്. അടുത്ത് നോക്കുക, ഇത് പിന്നെ തെക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യഭാഗം താന്നിരിക്കുന്നു. അതുപോലെ വടക്കിൻ്റെയും വായുമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. വായുമൂലയുടെ വടക്കിൻ്റെയും വായുമൂലയുടെയും, അതായത് നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യഭാഗം പൊങ്ങിയും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെ, അതായത് തെക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യഭാഗം താന്നുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് രോഗകൃത്ത് എന്ന് പറയും. അതെന്നും രോഗങ്ങൾ ഒരിക്കലും രോഗം ഒഴിഞ്ഞ് മാറില്ല എന്നാണ് ആ വീട്ടിൽ. ഇങ്ങനെ അതുകൊണ്ട് ഒരിക്കലും മനഃശാന്തി ഉണ്ടാവില്ല, മനക്ലേശവും രോഗങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇവിടെ തെക്കിൻ്റെയും തെക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യഭാഗം താന്നിരിക്കുന്നു. തെക്കിൻ്റെ മധ്യമാണ്. തെക്കിൻ്റെയും തെക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യഭാഗം താന്നിരിക്കുന്നു. അതുപോലെ വടക്കിൻ്റെയും വടക്ക് കിഴക്കിൻ്റെയും ഈശാനുമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് അർഗളം എന്ന് പറയും. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ബ്രഹ്മഹത്യ, സർവനാശം ആണ് ഇതിൻ്റെ ഫലം പറയുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകുന്നത് നിങ്ങൾ റിവിഷനാണ് കഴിഞ്ഞ, നിങ്ങൾ നേരത്തെ അറിയാവുന്നതാണ്. ബേസിക് കോഴ്സിലും അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അല്ല, ഇത് പുസ്തകത്തിലുള്ളതുകൊണ്ട് വരയ്ക്കണോ? അപ്പോൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് പോകണോ? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതുവരെയുള്ളതെല്ലാം വരച്ചോ അതോ ഒന്നുകൂടെ പോണോ ആദ്യം പോലെ? ഹലോ, നിങ്ങളുടെ ആൻസർ പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം. വരച്ചിട്ടുണ്ടല്ലോ, ഇതുവരെയുള്ള വരച്ചിട്ടുണ്ട്. സ്ലോ ആയിട്ട് പോയാൽ മതി. ശരി, ഓക്കെ. ഞാൻ ഫസ്റ്റായിട്ട് പോയത് ഒരു റിവിഷൻ എന്നുള്ളത് നേരത്തെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് പടിഞ്ഞാറിൻ്റെയും തെക്ക് പടിഞ്ഞാറ്, കന്നിമൂല, പടിഞ്ഞാറിൻ്റെയും കന്നിമൂലയുടെയും മധ്യഭാഗം താഴ്ന്നും അതുപോലെ കിഴക്കിൻ്റെയും ഈശാനുമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. ആ നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ മൂലയിലോട്ട് ഈ പിന്നെ ആരോ വരരുത്. മൂലയ്ക്കും പടിഞ്ഞാറിനും ഇടയ്ക്കുള്ള ഭാഗത്തോട്ടാണ് ആരോ, എല്ലാം അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ വരുന്നതല്ല. അപ്പോൾ ഇത് ശ്മശാനം എന്നാണ് ഇങ്ങനെയുള്ള ഭൂമിക്ക് പേര്. അതിന് വംശനാശം എന്നാണ്. അവരുടെ ഇപ്പോൾ ഉള്ളവരുടെ കാലം കഴിഞ്ഞാൽ വംശത്തെ കൊണ്ടുപോകാൻ ആൾ കാണില്ല, വംശം നശിക്കും. അപ്പം ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞില്ല, സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഇത് വായുമൂല, നോർത്ത് വെസ്റ്റ് വായുമൂലയുടെയും പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യഭാഗം താന്നിരിക്കുന്നു.
കിഴക്കിൻ്റെയും അഗ്നിമൂല സൗത്ത് ഈസ്റ്റ് അതിന് രണ്ടേയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. അത് കിഴക്കിൻ്റെയും സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയും അതുപോലെ പടിഞ്ഞാറിൻ്റെയും വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂലയുടെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. ഇങ്ങനെ ഇതിനാണ് പൈതാമഹം. ഇത് നല്ലതാണ്, ശുഭമാണ്, നല്ല സ്ലോപ്പാണ്. അടുത്ത കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെ വടക്ക് പടിഞ്ഞാറ്, അത് വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യഭാഗം താഴ്ന്നും തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. തെക്കിൻ്റെയും തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് സുബധം എന്ന് പറയും. ഇതും നല്ലതാണ്, ശുഭമാണ്, നല്ല റിസൾട്ട് കിട്ടും. താമസിക്കുന്നവർ നല്ല ഫലങ്ങളുണ്ടാവും. ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവാണ്. ഇവിടെ തെക്കിൻ്റെയും തെക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. തെക്കിൻ്റെയും തെക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ വടക്കിൻ്റെയും വടക്ക് കിഴക്കിൻ്റെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. അപ്പോൾ അതിന് ദീർഘായുസ് എന്നാണ് അങ്ങനെയുള്ള ഭൂമിക്ക് പറയുന്നത്. അത് വളരെ ശ്രേഷ്ഠവും വംശാഭിവൃദ്ധി ആണെന്നാണ്. വളരെ നല്ലതാണ്, ദീർഘായുസിന് വളരെ നല്ലതാണ്. വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തത് ഇവിടെ കിഴക്കിൻ്റെയും വടക്ക് കിഴക്കിൻ്റെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. കിഴക്കിൻ്റെയും വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാനുമൂലയുടെയും മധ്യഭാഗം താഴ്ന്നിരിക്കുന്നു. പടിഞ്ഞാറിൻ്റെയും കന്നിമൂലയുടെയും പടിഞ്ഞാറിൻ്റെയും തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. ഇതാണ് ഇതിനെ പേര് പറയുന്നത് പുണ്യകം. ഇത് നല്ല ഭൂമിയാണ്, ഇതും ശുഭപ്രദമാണ്. ഇതെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കുക, തെക്ക് കിഴക്ക് ഭാഗം, അതായത് അഗ്നിമൂലയുടെ ഭാഗം താഴ്ന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു. അഗ്നിമൂല ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊങ്ങിയിരിക്കുന്നു, അഗ്നിമൂല മാത്രം താഴ്ന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇത് നല്ലതല്ല. ശ്വേനകം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ദോഷകരമാണ്. ഇതിന് നാശവും, എവിടെയായാലും ഈശാനുമൂലയേക്കാൾ താഴ്ന്ന മറ്റു ഭാഗം വരെ നല്ലതല്ല. അപ്പോൾ ഇവിടെ ഈശാനുമൂലയേക്കാൾ താഴ്ന്ന അഗ്നിമൂല വരുന്നു. അപ്പോൾ അതിന് ശ്വേനകം എന്ന് പറയും. നാശവും മരണവുമാണ് ഫലം. അടുത്തത് കന്നിമൂല താഴ്ന്നു വരുന്നു. കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് താഴ്ന്നു വരുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങി വരുന്നു. ഏറ്റവും പൊങ്ങിയിരിക്കേണ്ട കന്നിമൂല പൊങ്ങി വരുന്നത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും പൊങ്ങിയിരിക്കേണ്ട കന്നിമൂല ഏറ്റവും താഴ്ന്നു വരുന്നു, ബാക്കിയുള്ളതെല്ലാം പൊങ്ങിയിരിക്കുന്നു. അത് ഒരു വളരെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത്. അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ താമസിച്ചാൽ അത് ശമുഖം എന്നാണ് ഇതിന് പറയുന്നത്, പേര് പറയുന്നത്. അത് അങ്ങേയറ്റത്തെ ദാരിദ്ര്യം. എത്ര കോടീശ്വരനായാലും ഇതുപോലത്തെ പ്ലോട്ടിൽ വന്ന് താമസിച്ചാൽ അധികം കഴിയുന്നതിന് മുമ്പ് അവിടെ കുത്തുവാള എടുക്കുന്നതാണ് വാസ്തുശാസ്ത്രപ്രകാരം പറയുന്നത്. അത്ര മോശമായ സ്ഥലമാണിത്. ഓക്കെ, കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇത് വായുമൂല വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ്, ആ ഭാഗം താഴ്ന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു. ഇതിന് ബ്രഹ്മഘനം എന്നാണ് ഇങ്ങനെയുള്ള പ്ലോട്ടിന് പേര് പറയുന്നത്. ഇങ്ങനെയുള്ള വസ്തുവിന് ബ്രഹ്മഘനം എന്ന് പറയുന്നു. ഇതും ദോഷമാണ്, കാരണം ഈശാനുമൂലയേക്കാൾ താഴ്ന്ന വായുമൂല വരുന്നു. പ്രാണഭയം ആണ് എപ്പോഴും അവർക്കുള്ള പ്രാണഭീതിയായിരിക്കും. എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഇങ്ങനെ എപ്പോഴും ഒരു ഭയം ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്കുണ്ടായിരിക്കും. ഇത് ഏറ്റവും നല്ല ഭൂമിയാണ്. ഈശാനുമൂലയുടെ ഭാഗം നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു. വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്ന വളരെ നല്ലതാണ്. അപ്പം ഇതിന് സ്തണ്ടിലം എന്നാണ് ഇങ്ങനെയുള്ള ഭൂമിക്ക് പേര് പറഞ്ഞത്. ഇത് അങ്ങേയറ്റം ഉത്തമമായിട്ടുള്ള ഭൂമിയാണ്. അപ്പം ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ 20 തരം ഭൂമിയെ പറ്റിയും പറഞ്ഞു. 20 തരത്തിൽ ഈ ഉയർച്ചയും താഴ്ച അനുസരിച്ച് ഭൂമിക്ക് ഇനി 20 തരത്തിൽ ഭൂമിയെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ നോക്കുക. ഏറ്റവും അവസാനം കാണുന്ന സ്തണ്ടിലം നല്ലതാണ്, നല്ല ഫലം തരുന്നതാണ്. അതിന് മുമ്പ് തരുന്ന ബ്രഹ്മകരം ദോഷഫലം തരുന്നതാണ്. അപ്പൊ ഈ 20 തരത്തിലുള്ള ഉയർച്ച താഴ്ചയില്, ഭൂമിയുടെ ഉയർച്ച താഴ്ചയില്
ചിലതൊക്കെ ഗുണകരമാണ്, ചിലതൊക്കെ ദോഷകരമാണ്. അപ്പോൾ നമുക്ക് ഭൂമിയെ നമുക്ക് അറേഞ്ച്, അതായത് നമ്മുടെ വീട്ടിന് ചുറ്റും വാസ്തുമണ്ഡലത്തിനകത്ത് വരുന്ന ഭൂമിയുടെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ദോഷം ഒന്നുമില്ലാതെ, ഈ പറഞ്ഞ 20 ഏതൊക്കെ ദോഷമുണ്ടോ അതൊന്നും ഇല്ലാതെ, അതിൻ്റെ ഒന്നും എഫക്റ്റ് ഇല്ലാതെ ഗുണം എല്ലാം ഉൾക്കൊണ്ട് ഒരു ഗുണം പോലും മാറ്റി നിർത്തുന്നില്ല, എല്ലാ ഗുണവും വരത്തക്കവണ്ണം നമുക്ക് പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഹൈറ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് വരാം. ഇത് പിന്നെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഇതിന്റെ തമ്മിൽ ചേഞ്ച് ചെയ്തപ്പോഴേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആ സിലബസ് മറ്റുള്ള ചേഞ്ച് ചെയ്തപ്പോൾ വന്ന ഇതാണ്. ഇനി അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി അത് വരുന്നില്ല. ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പം എല്ലാവർക്കും വായിക്കാമോ? സ്ക്രീൻ വന്നില്ല. സ്ക്രീൻ വന്നില്ല. ഓക്കെ, അപ്പൊ ശരിയാക്കി. ഇപ്പൊ ലാൻഡ്സ്കേപ്പിംഗ് വായിക്കാമോ? വായിക്കാം. സ്ക്രീൻ വന്നു. എല്ലാവർക്കും കാണാമല്ലോ. ഓക്കെ. അപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസിന് ഇതാണ്. അത് ഒരു ഇത് മറ്റിലോട്ട് മാറ്റിയപ്പോൾ അത് പോയതാണ്. ഓക്കെ. ഇപ്പം ഇവിടെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഈ ഒരു പടം എല്ലാവരും വരച്ചോളൂ. ഓരോ വശത്തും 5 കോളം വീതമുണ്ട്. ഇതൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി. സ്കെയിലും പെൻസിലും എടുത്ത് വരയ്ക്കണമെന്നില്ല. വരച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി അത് കുറച്ച് നമ്പറുണ്ട്. ആ നമ്പർ ശ്രദ്ധിച്ചിടണം. ആ നമ്പർ തെറ്റാതെ ഇടണം. ഇത് ഡയറക്ഷനാണ്: ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഇപ്പം നമ്പർ നോക്കുക: 1, 2, 3, 4. അടുത്തത് 5 അല്ല, അതിന് വരെ അടുത്തത് ഇവിടെ അല്ല. 1, 2, 3 കഴിഞ്ഞ് 6 ആണ്. 6 കഴിഞ്ഞ് 5 ആണ്. അല്ല, 1, 2, 3, 4, 5 എന്ന് അങ്ങനെ എഴുതി പോരുത്. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇടുക. അഞ്ച്, 6, 7, 8, 9 എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ വന്നു. ഈ സൈഡിലും 1, 2, 3, 4, 5 വന്നു. ഇവിടെ 5 കഴിഞ്ഞ് 6 വരെ 4 ആണ്. 4, 7, 8 എന്നാണ്. ഈ നമ്പർ തെറ്റാതെ ഇടുക. അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. എല്ലാവരും ഇത് വരച്ചെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും വരച്ചിട്ടില്ലെങ്കിൽ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ഇപ്പം ഇവിടെ നമ്മൾ ഈ പ്ലോട്ട് കാണിച്ചിരിക്കുന്നത്, ഇപ്പം ഇത് ഈ വെളിയിൽ നല്ല കട്ടിയായിട്ട് കാണിച്ചേക്കുന്ന അത് വാസ്തു മണ്ഡലത്തിൻ്റെ അതിർത്തിയാണ്. നമ്മുടെ ഇതിനകത്ത് ഈ ആ വാസ്തുമണ്ഡലത്തിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ നമ്പർ ഇട്ടേക്കുന്നത്. എന്താ നമ്പർ ഇട്ടേന്ന് ഞാൻ പറയാം. ഈ നമ്പർ ഇട്ടേക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് വാസ്തുമണ്ഡലമാണ്. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ വീട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ചുറ്റുമായിട്ട് കഴിഞ്ഞ് ചുറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ
ഇത് ഈ 1, 2, 3 എന്ന് കൊടുത്തേക്കുന്ന ഹൈറ്റാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് പൊക്കവും 9 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ പൊക്കവും. അപ്പൊ ഏറ്റവും കുറഞ്ഞ പൊക്കം 1 മുതൽ 1നേക്കാൾ പൊക്കം കൂടിയാണ് 2, 2നേക്കാൾ പൊക്കം കൂടിയാണ് 3, 3നേക്കാൾ പൊക്കം കൂടിയാണ് 4 വരുന്നത്, 4നേക്കാൾ പൊക്കം കൂടി 5, 5നേക്കാൾ 6, 6നേക്കാൾ 7, 7 അങ്ങനെ 8, 1 മുതൽ 9 വരെ ഇങ്ങനെ പൊക്കം വരുന്നുണ്ട്. അപ്പൊ അതില് ഇവിടെ നമ്മൾ ഈ വാസ്തുമണ്ഡലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ അത് എത്ര വീതിയിൽ വേണം എന്നുള്ളത് നമ്മൾ ഒരു പ്ലോട്ടിൽ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര വീതിയിൽ വേണം ഇത് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് പിന്നെ ആ പ്ലോട്ടിന്റെ വലുപ്പവും വീടിന്റെ വലുപ്പവും ഒക്കെ അനുസരിച്ച് വീടിനും പ്ലോട്ടിനും ഇടയ്ക്കുള്ള ആ വാസ്തുമണ്ഡലത്തിൽ ഓരോ സ്ഥലത്തുള്ള അളവിന്റെ ഇതനുസരിച്ച് നമുക്ക് എല്ലാത്തിനും ഒരു ഫിക്സഡ് ഇത് വയ്ക്കാൻ ഒക്കില്ല. ആ വലിപ്പം ഇപ്പൊ വലിയൊരു പ്ലോട്ടാണ്, അതിനകത്തൊരു ബിൽഡിംഗ് ആണ്, അപ്പൊ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ ഇതും കൂടുതൽ വലിപ്പത്തിലാകാം. അതല്ല കുറച്ച് ചെറിയ പ്ലോട്ട് ഇപ്പൊ ഒരു 10 ഇത് സാധാരണ ഒരു 10 സെന്റ് കുറഞ്ഞ സ്ഥലമൊന്നും ഇത് അധികം ചെയ്യാൻ ഒക്കില്ല. നമ്മൾ ഒരു 10 സെന്റ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്ക് അതിന്റെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യണം. ഒരു 10 സെന്റെങ്കിലും 10 സെന്റ് കൂടുതൽ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വീടും വന്ന് ബാക്കി വീടിന്റെയും വാസ്തുമണ്ഡലത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗത്തിൽ വാസ്തുമണ്ഡലത്തിനോട് ചേർന്നുള്ള ഭാഗത്തിലാണ് നമ്മളിങ്ങനെ ഹൈറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത്. ഈ 1ഉം 2ഉമായിട്ട് ഇപ്പം വേണമെങ്കിൽ ഒരടി വ്യത്യാസം വരികയാണെങ്കിൽ 1ഉം 9ഉമായിട്ട് 8 അടിയുടെ വ്യത്യാസം വരും. 1ഉം 9ഉമായിട്ട് 8 അടിയുടെ വ്യത്യാസം, 8 അടി ഒരു 1.5 ആൾ പൊക്കത്തിന്റെ വ്യത്യാസം നമുക്ക് 1ഉം 9ഉമായിട്ട് 1ഉം 2ഉം ഒരടി വ്യത്യാസം ഇട്ടാൽ 2ഉം 3ഉം കൂടെ ഒരടി, 3ഉം 4ഉം കൂടെ ഒരടി, 4ഉം 5ഉം കൂടെ അങ്ങനെ ഒരടി വെച്ച് കഴിഞ്ഞാൽ ഒരടി അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞത് 1 ആയിരിക്കണം, അതിനേക്കാൾ കൂടുതൽ 2, അതിനേക്കാൾ കൂടുതൽ 3 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇതനുസരിച്ച് നമ്മളിങ്ങനെ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ നേരത്തെ ആ 20 തരം പിന്നെ ഭൂമിയെ പറ്റി പറഞ്ഞു. ഈ പൊക്കവും ഇതും അനുസരിച്ച് നിമ്നോന്നതി അനുസരിച്ച് 20 തരം ഭൂമിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ 20 തരം ഭൂമിയിൽ കുറെ എണ്ണം നല്ലതും കുറെ എണ്ണം മോശവും, കുറെ എണ്ണം ഗുണകരമായ ഫലം തരുന്നതും കുറെ എണ്ണം ദോഷകരമായ ഫലം തരുന്നതുമുണ്ട്. ഈ ദോഷകരമായ ഫലം തരുന്ന ഒന്നും ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെന്റ് വരില്ല. ഗുണകരമായതിട്ട് എല്ലാവരും വരും, എല്ലാ ഗുണങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഗുണത്തെ പോലും നമ്മൾ മാറ്റി നിർത്താതെ ആ പറഞ്ഞ 20 എല്ലാ ഗുണങ്ങളെയും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു ദോഷവും ഇതിനകത്ത് വന്നിട്ടില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ 5 എന്ന് എഴുതിയേക്കുന്ന ഇവിടെ നോക്കുക, സൗത്ത് ഈസ്റ്റ് ആണ്, അഗ്നിമൂലയ്ക്ക് 5 അതുപോലെ വായുമൂലയ്ക്കും 5. അപ്പൊ ഇവിടെ ഇതിന്റെ പൊക്കവും അത് വായുമൂലയുടെ ഭാഗത്തെ പൊക്കവും അഗ്നിമൂലയുടെ ഭാഗത്തെ പൊക്കവും ഒരേ പൊക്കമാണ്. അതുകൊണ്ട് 2ഉം 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിൽ 2ഉം ഒരേ പൊക്കമാണ്. നമുക്കറിയാം അഗ്നിമൂലയേക്കാൾ വായുമൂല താഴ്ന്നു വന്നാൽ നാഗവീതി നമ്മൾ പഠിച്ചാണ്. നാഗവീതി 100 വർഷത്തെ അപൂർത്തിയും ആൺകുട്ടികൾക്ക് നാശവും. അപ്പോൾ അത് ദോഷകരമായിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് ഇവിടെ താഴ്ന്ന ദോഷമാണ്. അതുപോലെ വടക്ക് പടിഞ്ഞാറ് പൊങ്ങിയും തെക്ക് കിഴക്ക് താഴ്ന്ന് നേരെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരികയാണെങ്കിൽ സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകും. പിന്നെ അതിന് നമ്മൾ അഗ്നിവീതി എന്ന് പറയും. അഗ്നിവീതി സാമ്പത്തികമായ പ്രയാസം ഉണ്ടാക്കും. അപ്പൊ അത് രണ്ടും തമ്മിൽ വായുമൂലയേക്കാൾ അഗ്നിമൂല താന്നിരുന്നാലും നല്ലതല്ല, അഗ്നിമൂലയേക്കാൾ വായുമൂല താന്നിരുന്നാലോ പൊങ്ങിയിരുന്നാലും രണ്ടും ഒരേ ഹൈറ്റ് ആയിരിക്കണം. അപ്പൊ അത് ഇവിടെ നോക്കും, 5 ഇവിടെ 5. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഇപ്പൊ ഇവിടുന്ന് ഈശാനുമൂലയാണ് ഏറ്റവും താഴ്ന്നത്, കാരണം 1 ഇവിടുത്തെ ഹൈറ്റ്. ഈശാനുമൂലയുടെ ഹൈറ്റ് ഏറ്റവും താഴ്ന്നാണ്. കന്നിമൂലയുടെ ഏറ്റവും പൊങ്ങിയിരിക്കും 9. വേറെ ഒരിടത്തും ആ 1, 9 വരുന്നില്ല, മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ വന്നിട്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എടുക്കാം. നിങ്ങൾ എഴുതിക്കോളൂ, നോട്ട് കൂടെ എഴുതുമ്പോൾ നമുക്കത് മനസ്സിലാക്കി പോകാം. അപ്പോൾ ഈ പടം വരച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പടം വരച്ചിട്ട് ആരെങ്കിലും വരച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, അപ്പൊ എന്നെ എഴുതിക്കോളൂ. വസ്തുവിന്റെ താഴെ നോട്ടായിട്ട് എഴുതിക്കോളൂ. ഇതിന്റെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് ഇതിന്റെ നോട്ടുകളൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യുകയാണ്, അല്ലാതെ ബുക്കായിട്ട് ഇല്ല. ബേസിക് ഡിപ്ലോമ കോഴ്സിന്റെ കംപ്ലീറ്റ് നമുക്ക് പുസ്തകമുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് ഇതിന് പുസ്തകം ഇല്ല, നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യാണ്, കാരണം പുസ്തകമുള്ള ശരിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ എഴുതിക്കോളൂ. വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1 പറഞ്ഞാൽ ഇവിടെ 1 എഴുതിയേക്കുന്നത്. വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1 കോമ വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1 കോമ കൂടിയത് 9 ആണെങ്കിൽ, വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1 കോമ കൂടിയത് 9 ആണെങ്കിൽ കോമ ചിത്രത്തിൽ കാണുന്നത് പോലെ
ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കം ക്രമീകരിക്കുന്നത് വളരെയധികം ഐശ്വര്യകരമാണ്. ഫുൾ സ്റ്റോപ്പ്. ഞാൻ ഒന്നുകൂടെ ആ സെന്റൻസ് വായിക്കാം. വസ്തുവിന്റെ ഏറ്റവും കുറഞ്ഞ പൊക്കം 1 കൂടിയത് 9 ആണെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ പൊക്കം ക്രമീകരിക്കുന്നത് വളരെയധികം ഐശ്വര്യകരമാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. കിഴക്കിനേക്കാൾ അടുത്ത പാരഗ്രാഫിലേക്ക് കിഴക്കിനേക്കാൾ. കിഴക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പടത്തിലൊന്ന് നോക്കുക. കിഴക്കെന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്തിന്റെ മധ്യഭാഗം പറഞ്ഞാൽ 3 പൊക്കം. അടുത്ത 3. അപ്പൊ കിഴക്ക് 3, അതുപോലെ പടിഞ്ഞാറ് 7 നോക്കിയ പടിഞ്ഞാറിന്റെ മധ്യ 7. അപ്പൊ കിഴക്കിനേക്കാൾ പൊങ്ങിയാണ് പടിഞ്ഞാറിരിക്കുന്നത്. അത് നല്ലതാണ്. അല്ലെങ്കിൽ പടിഞ്ഞാറിനേക്കാൾ പടിഞ്ഞാറ് 7 കിഴക്ക് 3. അപ്പൊ പടിഞ്ഞാറിനേക്കാൾ താന്നാണ് ഇവിടെ കിഴക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഗുണം നമുക്ക് ഗോമുഖി. പടിഞ്ഞാറിനേക്കാൾ കിഴക്ക് താന്നിരിക്കുന്ന ഗോമുഖി. അത് 500 വർഷത്തെ അഭിവൃദ്ധിയാണ്. അതുകൊണ്ട് അപ്പൊ അതിലേക്കുള്ളൂ വസ്തുവിന്റെ കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3 ഇടുക. കിഴക്കിനേക്കാൾ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ 3. കിഴക്കിന്റെ പൊക്കം 3. അതുകൊണ്ട് കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, പടിഞ്ഞാറ് ബ്രാക്കറ്റിൽ 7. കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, പടിഞ്ഞാറ് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട്. കിഴക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, പടിഞ്ഞാറ് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗോവീഥിയുടെ ഗുണം ഗോവീഥി നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഗുണം ഗോവീഥിയുടെ ഗുണം ബ്രാക്കറ്റിൽ 500 വർഷത്തെ അഭിവൃദ്ധി. അതാണ് ഗുണം പറഞ്ഞിരിക്കുന്നത്. ഗോവീഥിയുടെ ഗുണം ബ്രാക്കറ്റിൽ 500 വർഷത്തെ അഭിവൃദ്ധി ബ്രാക്കറ്റ് ക്ലോസ്. ഗോവീഥിയുടെ ഗുണം ബ്രാക്കറ്റിൽ 500 വർഷത്തെ അഭിവൃദ്ധി ബ്രാക്കറ്റ് ക്ലോസ് ലഭിക്കുന്നതാണ്. കിഴക്കിനേക്കാൾ പടിഞ്ഞാറ് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗോവീഥിയുടെ ഗുണം 500 വർഷത്തെ അഭിവൃദ്ധി ലഭിക്കുന്നതാണ്. അത് വിചാരിക്കുന്നു. അടുത്ത സെന്റൻസ്, അടുത്ത പാരഗ്രാഫായിട്ട് എഴുതിയാലും മതി. അപ്പം നോക്കാൻ എളുപ്പമുണ്ട് വായിക്കാൻ. തെക്ക് കിഴക്കും ബ്രാക്കറ്റിൽ 5. ആ തെക്ക് കിഴക്കിന്റെ മൂല നോക്ക്. തെക്ക് കിഴക്ക് മൂലയ്ക്ക് 5. തെക്ക് കിഴക്കും ബ്രാക്കറ്റിൽ 5, വടക്ക് പടിഞ്ഞാറും. തെക്ക് കിഴക്കും ബ്രാക്കറ്റിൽ 5, വടക്ക് പടിഞ്ഞാറും. വീണ്ടും ബ്രാക്കറ്റിൽ 5. തെക്ക് കിഴക്കും ബ്രാക്കറ്റിൽ 5, വടക്ക് പടിഞ്ഞാറും ബ്രാക്കറ്റിൽ 5 ഒരേ പൊക്കത്തിലാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക്. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം ഉണ്ടാകുന്നതല്ല. ബ്രാക്കറ്റിൽ അഗ്നിവീഥി. തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് താഴ്ന്നിരിക്കുന്നതിനാണ് അഗ്നിവീഥി. അപ്പം അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം ഉണ്ടാകുന്നതല്ല. ബ്രാക്കറ്റിൽ അഗ്നിവീഥി. അടുത്ത പാരഗ്രാഫ്. അതുപോലെ തെക്കു കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ്. അതുപോലെ തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന. അതുപോലെ തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുത്രനാശവും ഉണ്ടാകുന്നതല്ല. അതുപോലെ തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുത്രനാശവും ഉണ്ടാകുന്നതല്ല. ബ്രാക്കറ്റിൽ നാഗവീഥി. തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നു വരുന്നതിനാണ് നാഗവീഥി. അതുപോലെ തെക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുത്രനാശവും ഉണ്ടാകുന്നതല്ല. ബ്രാക്കറ്റിൽ നാഗവീഥി. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതിക്കോളൂ. വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3. നോക്കുക, വടക്കിന്റെ മധ്യം 3. വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3,
തെക്ക് ബ്രാക്കറ്റിൽ 7, തെക്കിന്റെ മധ്യം നോക്കുക 7ആണ്. വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, തെക്ക് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട്, വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, തെക്ക് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗജവീതിയുടെ ഗുണം, ഗജവീതിയുടെ ഗുണം തെക്ക് വടക്കിനേക്കാൾ ബ്രാക്കറ്റിൽ 3, തെക്ക് ബ്രാക്കറ്റിൽ 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗജവീതിയുടെ ഗുണം ബ്രാക്കറ്റിനകത്ത് 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും. എൻ്റെ റിസൾട്ട് പറയുന്നത് 100 വർഷത്തെ അഭിവൃദ്ധിയും, ഗജവീതിയുടെ ഗുണം ബ്രാക്കറ്റിൽ 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും, 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്. വടക്കിനേക്കാൾ 3, തെക്ക് 7 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഗജവീതിയുടെ ഗുണം ബ്രാക്കറ്റിൽ 100 വർഷത്തെ അഭിവൃദ്ധിയും ധനാഗമവും ബ്രാക്കറ്റ് ക്ലോസ് ഉണ്ടാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്, ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1, ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1 കന്നിമൂല ബ്രാക്കറ്റിൽ 9, ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1 കന്നിമൂല ബ്രാക്കറ്റിൽ 9 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് 1000 വർഷത്തെ അഭിവൃദ്ധിയും, 1000 വർഷത്തെ അഭിവൃദ്ധിയും, നമ്മുടെ റിസൾട്ട് നേരത്തെ എഴുതി കണ്ടതാണ് 1000 വർഷത്തെ അഭിവൃദ്ധി. ഈശാനുമൂലയേക്കാൾ ബ്രാക്കറ്റിൽ 1 കന്നിമൂല ബ്രാക്കറ്റിൽ 9 പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും, 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ്. 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ബ്രാക്കറ്റിൽ ധാന്യവീതി, ആ വീതിക്ക് അങ്ങനെയുള്ളതാണ് ധാന്യവീതി. 1000 വർഷത്തെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ബ്രാക്കറ്റിൽ ധാന്യവീതി, 2 വശവും ബ്രാക്കറ്റ്. അടുത്ത പാരഗ്രാഫ്, പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ, പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ, നോക്കുക എവിടെയാണ്, നിങ്ങൾ പടം കൂടെ നോക്കുക, എവിടെയാണ് ഈ പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യം വരുന്നത് നോക്കുക. അവിടെ 4 എന്നാണ് ഇരിക്കുന്നത്. പടിഞ്ഞാറ് 7 ആണ്, വായുമൂല 5 ആണ്, രണ്ടിൻ്റെയും മധ്യം 4. അപ്പോൾ പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4, പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 കിഴക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യം, കിഴക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 6 പടിഞ്ഞാറിൻ്റെയും വായുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 കിഴക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നത് ശുഭകരമാണ്. കിഴക്കിൻ്റെയും അഗ്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നത് ശുഭകരമാണ്. ബ്രാക്കറ്റിൽ പൈതാമഹം, അങ്ങനെ ഇരിക്കുന്നതാണ് പൈതാമഹം. ബ്രാക്കറ്റിൽ പൈതാമഹം, ബ്രാക്കറ്റ് ക്ലോസ്, പൈതാമഹം. അടുത്ത പാരഗ്രാഫ്, വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ, വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ, വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യം നോക്കുക. വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും, വടക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ 5, വടക്കെന്ന് പറഞ്ഞാൽ 3, വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യം എന്ന് പറഞ്ഞാൽ 4 ആണ്. പടം കൂടെ നോക്കിക്കോളൂ, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യം, വടക്കെന്ന് പറഞ്ഞാൽ 3, വടക്ക് പടിഞ്ഞാറിന് 5, രണ്ടിൻ്റെയും മധ്യം 4. അപ്പോൾ വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ എന്നിട്ട് ബ്രാക്കറ്റിൽ 4, വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യം, തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യം. അത് പടത്തിൽ നോക്കുക. തെക്കെന്ന് പറഞ്ഞാൽ 7, തെക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ 5, അതിന് രണ്ടിൻ്റെയും മധ്യം 6 ആണ്. തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യം 6 ആണ്. അപ്പോൾ വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നതും ശുഭപ്രദമാണ്. പൊങ്ങിയിരിക്കുന്നതും ശുഭപ്രദമാണ്. ബ്രാക്കറ്റിൽ അതിൻ്റെ പേരാണ് സുബധം. നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ് സുബധം. രഥം എന്നുള്ള ഥ, സുബധം. അപ്പോൾ വടക്കിൻ്റെയും വടക്ക് പടിഞ്ഞാറിൻ്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 4 തെക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യം ബ്രാക്കറ്റിൽ 6 പൊങ്ങിയിരിക്കുന്നതും ശുഭപ്രദമാണ്. ബ്രാക്കറ്റിൽ സുബധം.
അടുത്ത പാരഗ്രാഫ്. വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ അങ്ങനെ പടത്തിലോട് നോക്കുക. വടക്കെന്ന് പറഞ്ഞാൽ 3ആണ്, ഈശാനുമൂല 1ആണ്. വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യം എന്ന് പറഞ്ഞാൽ 2ആണ്. അത് ഹൈറ്റ് 2ആണ്. അപ്പൊ ഇവിടെ വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2, വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2, തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 8, തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം പടത്തി നോക്കുക. തെക്ക് 7, കന്നിമൂല 9, രണ്ടിന്റെയും മധ്യം വരുന്ന 8. തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം അത് വായിക്കാതെ വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റ് 2, തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 8 പൊങ്ങിയിരിക്കുന്നത് വളരെ ശ്രേഷ്ഠവും വംശാഭിവൃദ്ധി ഉണ്ടാകാൻ സഹായിക്കുന്നതുമാണ്. ബ്രാക്കറ്റിൽ ദീർഘായുസ്. അതിന്റെ പേര് ദീർഘായുസ്. ബ്രാക്കറ്റിൽ ദീർഘായുസ്. ഒന്നുകൂടെ സെന്റൻസ് വായിക്കാം. വടക്കിന്റെയും ഈശാനുമൂലയുടെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റ് 2, തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യം ബ്രാക്കറ്റിൽ 8 പൊങ്ങിയിരിക്കുന്നത് വളരെ ശ്രേഷ്ഠവും വംശാഭിവൃദ്ധി ഉണ്ടാകാൻ സഹായിക്കുന്നതുമാണ്. ബ്രാക്കറ്റിൽ ദീർഘായുസ്. അത് എഴുതിയെന്നായിരിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യത്തേക്കാൾ പ്രതി നോക്കാം. ഈശാനുമൂല 1ആണ്, കിഴക്കിന്റെ മധ്യം 3ആണ്. അപ്പൊ ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യം എന്ന് പറഞ്ഞാൽ 2ആണ്. ഈശാനുമൂല 1, കിഴക്ക് 3. അപ്പൊ ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യം എന്ന് പറഞ്ഞാൽ 2ആണ്. അപ്പം ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2, കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യം ബ്രാക്കറ്റിൽ 8. അവിടെ നോക്കുക. കന്നിമൂല 9ആണ്. കന്നിമൂലയുടെയും ഈശാനുമൂലയുടെയും കിഴക്കിന്റെ കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും. കന്നിമൂല 9, പടിഞ്ഞാറ് 7, അപ്പൊ അതിനിടയ്ക്ക് വരുന്ന 8ആണ്. അപ്പൊ ഈശാനുമൂലയുടെയും കിഴക്കിന്റെയും മധ്യത്തേക്കാൾ ബ്രാക്കറ്റിൽ 2, കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യം ബ്രാക്കറ്റിൽ 8 പൊങ്ങിയിരിക്കുന്നതും ശുഭപ്രദമാണ്. ബ്രാക്കറ്റിൽ പുണ്യകം. അങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് പുണ്യകം. നമ്മൾ നേരത്തെ നോക്കിയതാണ് പുണ്യകം. അപ്പം അടുത്ത പാരഗ്രാഫ് എഴുതിക്കോളൂ. വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വീടിന് വെളിയിൽ ആയുള്ള വസ്തുവിന്റെ നിമ്നോന്നതി എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. നിമ്നോന്നതി എന്ന് എഴുതിയാൽ നിമ്നോന്നതി. നിമ്നം എന്ന് താഴ്ച, ഉന്നതി എന്ന് വെച്ചാൽ ഉയർച്ച. വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വീടിന് വെളിയിലായുള്ള വസ്തുവിന്റെ നിമ്നോന്നതി ഇപ്രകാരം ക്രമീകരിച്ചാൽ വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വീടിന് വെളിയിലായുള്ള വസ്തുവിന്റെ നിമ്നോന്നതി ഇപ്രകാരം ക്രമീകരിച്ചാൽ ഗോവീധി ഗജവീധി ഗജവീധി ധാന്യവീധി ഗോവീധി ഗജവീധി ധാന്യവീധി പൈതാമഹം ഇതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചതൊക്കെ. പൈതാമഹം സുബധം. ഗജവീധി, ധാന്യവീധി, പൈതാമഹം, സുബധം, ദീർഘായുസ്, പുണ്യകം. ഞാൻ ഒന്നുകൂടെ വായിക്കാതെ. വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വീടിന് വെളിയിലായുള്ള വസ്തുവിന്റെ നിമ്നോന്നതി ഇപ്രകാരം ക്രമീകരിച്ചാൽ ഗോവീധി, ഗജവീധി, ധാന്യവീധി,
പൈതാമഹം, സുബധം, ദീർഘായുസ്, പുണ്യകം എന്നീ ഭൂമികളുടെ ഗുണഫലം, സുബധം, ദീർഘായുസ്, പുണ്യകം എന്നീ ഭൂമികളുടെ ഗുണഫലം ഒന്നിച്ചനുഭവിക്കുവാൻ, ഇതിൻ്റെ എല്ലാം ഗുണമാണ്. അപ്പോൾ ആ എല്ലാ ഗുണങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് എല്ലാം കൂടെ ഒരുമിച്ച്. എന്നീ ഭൂമികളുടെ ഗുണഫലം ഒന്നിച്ചനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നീ ഭൂമികളുടെ ഗുണഫലം ഒന്നിച്ച് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഒന്നിച്ച് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതുപോലെ തന്നെ അഗ്നിവീഥി കോമ, അതുപോലെ തന്നെ അഗ്നിവീഥി കോമ, യമവീഥി കോമ, അതുപോലെ തന്നെ അഗ്നിവീഥി കോമ, യമവീഥി കോമ, ഭൂതവീഥി കോമ, ഭൂതവീഥി കോമ, വരുണവീഥി കോമ, വരുണവീഥി കോമ, നാഗവീഥി കോമ, നാഗവീഥി കോമ, അബധം കോമ, സുബധം പോലെ അബധം, അബധം കോമ, അബധം കോമ, രോഗകൃത്ത് കോമ, രോഗകൃത്ത് കോമ, അർഗളം കോമ, രോഗകൃത്ത് അർഗളം, രോഗകൃത്ത് കോമ, അർഗളം. സംശയം ഉണ്ടെങ്കിൽ നേരത്തെ വരച്ച് നമ്മൾ നോക്കിയാൽ മതി. അബധം കോമ, രോഗകൃത്ത് കോമ, അർഗളം കോമ, ശ്മശാനം, ശ്മശാനം എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും, രോഗകൃത്ത്, അർഗളം, ശ്മശാനം എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട്, എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട്, എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് മുകളിൽ പറഞ്ഞ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് മുകളിൽ പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കുവാനായിട്ട്, മുകളിൽ പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കുവാനായിട്ട്, ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കുവാനായിട്ട് ദോഷങ്ങളൊന്നും തന്നെ, മുകളിൽ പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കുവാനായിട്ട് ദോഷങ്ങൾ ഒന്നും തന്നെ ഭൂമിയുടെ നിമ്നോന്നതിയിൽ, ദോഷങ്ങൾ ഒന്നും തന്നെ ഭൂമിയുടെ നിമ്നോന്നതിയിൽ, ദോഷങ്ങൾ ഒന്നും തന്നെ ഭൂമിയുടെ നിമ്നോന്നതിയിൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ട്, ഭൂമിയുടെ നിമ്നോന്നതിയിൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ, ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ, നിമ്നോന്നതിയിൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക്, ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക്, ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് നാൾക്കുനാൾ അഭിവൃദ്ധിയും, നാൾക്കുനാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും, നാൾക്കുനാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും കൂടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ, നാൾക്കുനാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും കൂടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല, എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാം. അതുപോലെ തന്നെ അഗ്നിവീഥി, യമവീഥി, ഭൂതവീഥി, വരുണവീഥി, നാഗവീഥി, അബധം, രോഗകൃത്ത്, അർഗളം, ശ്മശാനം എന്നീ ദോഷകരമായ എല്ലാ അവസ്ഥകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളത് കൊണ്ട് മുകളിൽ പറഞ്ഞ ഗുണങ്ങളുടെ ശക്തി കുറയ്ക്കുവാനായിട്ട് ദോഷങ്ങൾ ഒന്നും തന്നെ ഭൂമിയുടെ നിമ്നോന്നതിയിൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് നാൾക്കുനാൾ അഭിവൃദ്ധിയും ഐശ്വര്യവും കൂടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത പാരഗ്രാഫായിട്ട് ഇതുകൂടാതെ ഈശാനുമൂല, അതായത് നോർത്ത് ഈസ്റ്റ്, ഇതുകൂടാതെ ഈശാനുമൂല വടക്ക് കിഴക്ക്, ഇതുകൂടാതെ ഈശാനുമൂല മറ്റു മൂന്ന് മൂലകളേക്കാൾ, ഇതുകൂടാതെ ഈശാനുമൂല മറ്റു മൂന്ന് മൂലകളേക്കാൾ താഴ്ന്നിരിക്കുന്നത് കൊണ്ട്, ഇതുകൂടാതെ ഈശാനുമൂല മറ്റു മൂന്ന് മൂലകളേക്കാൾ താഴ്ന്നിരിക്കുന്നത് കൊണ്ട്
സ്കണ്ടിലത്തിന്റെ പ്രയോജനവും, സ്കണ്ടിലം എന്നൊക്കെ എഴുതുന്ന സംശയം ഉണ്ടെങ്കിൽ നേരത്തെ എഴുതി നോക്കുക. സ്കണ്ടിലത്തിന്റെ പ്രയോജനവും ഉണ്ടാകുന്നതാണ്. ഇതുകൂടാതെ ഈശാനുമൂല മറ്റു 3 മൂലകളേക്കാൾ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് സ്കണ്ടിലത്തിന്റെ പ്രയോജനവും ഉണ്ടാകുന്നതാണ്. അടുത്ത സെന്റൻസ്, ശ്വേനകം ശ്വമുഖം ഒക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ശ്വേനകം ശ്വമുഖം ബ്രഹ്മഘനം. ശ്വേനകം ശ്വമുഖം. ശ്വേനകം എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് താന്ന് മറ്റെല്ലാം മുങ്ങിയിരിക്കുന്നത്. ശ്വമുഖം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് താന്ന് ബാക്കിയെല്ലാം മുങ്ങിയിരിക്കുന്നത്. ബ്രഹ്മഘനം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് താന്ന് ബാക്കിയെല്ലാം മുങ്ങിയിരിക്കുന്നത്. അതായത് 3, ആ ശ്വേനകം, ശ്വമുഖം, ബ്രഹ്മഘനം എന്നീ 3 ദോഷഹേതുക്കളായ അവസ്ഥകളും, ശ്വേനകം, ശ്വമുഖം, ബ്രഹ്മഘനം എന്നീ 3 ദോഷഹേതുക്കളായ അവസ്ഥകളും ഇല്ലാതിരിക്കുന്നത് കൊണ്ട്, ശ്വേനകം, ശ്വമുഖം, ബ്രഹ്മഘനം എന്നീ 3 ദോഷഹേതുക്കളായ അവസ്ഥകളും ഇല്ലാതിരിക്കുന്നത് കൊണ്ട്, ഗുണങ്ങൾ മാത്രമുള്ള, ദോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള, ഈ ക്രമീകരണം, വളരെ ശ്രേയസ്കരമാണ്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞ കുറെ ഗുണങ്ങളും കുറെ ദോഷങ്ങളും, നിമ്നോന്നതി ഒരു സ്ഥലത്തിന്റെ, ആ ഒരു ദോഷം ഇതിനകത്തില്ല. ഇങ്ങനെ എല്ലാ ഗുണവും ഇതിനകത്തുള്ളൂ. ഒരു ഗുണം പോലും നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല, ഒരു ദോഷത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ആ ഗുണങ്ങളുടെ എല്ലാം കൂടെയുള്ള ടോട്ടൽ എഫക്റ്റ് നമുക്കവിടെ വരും. അതിന്റെ ശക്തി കുറയ്ക്കാനായിട്ട് ദോഷങ്ങളൊന്നും ഇല്ലാതായി. അപ്പൊ നിമ്നോന്നതിക്ക് ഏറ്റവും നല്ല ഇതാണ് ഇതുപോലെ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പ്രാക്ടിക്കലായിട്ട്, തിയറിറ്റിക്കലി ഇതറിഞ്ഞാൽ ഇതേ ഉള്ളൂ. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മളിതൊരു പ്ലോട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഇവിടെ നോക്കുക, പിന്നെ ഇവിടെ വെള്ളം നമ്മൾ ഒരു 9 പൊക്കം കൂടിയ ഭാഗമാണ്. താഴോട്ട് നോക്കുക, പടിഞ്ഞാറോട്ട് നോക്കുക, 9, 8, 7 താന്ന് വരികയാണ്. 7 4 വെള്ളം ഒഴുകും. അവിടെ സ്വമേധയാ തന്നെ വെള്ളം ഒഴുകിക്കോളും. ഇവിടെ പൊങ്ങിയ സ്ഥലത്ത് മഴയൊക്കെ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം വേറെ ഏതെങ്കിലും പമ്പ് ചെയ്ത് വെള്ളം വീഴ്ത്തുകയാണെങ്കിലും ആ വെള്ളമൊക്കെ 9 8 8 7 7 4 പോകും. പക്ഷെ 4 5 വെള്ളം ഇപ്പം നമ്മൾ 2 ഒരടിയാണ് വ്യത്യാസം വെക്കുന്നതെങ്കിൽ 1 അടി പൊങ്ങണം വെള്ളം. 1 അടി പൊങ്ങണമെങ്കിൽ 4 5 കയറുന്നതിന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് 2 4 നോക്കുക. ഇവിടെ 2 4. അപ്പൊ ഈ 4 ഇപ്പുറത്തെ 4 ഒരു പൈപ്പ് അടി കൂടെ വെച്ച് കൊടുത്താൽ മതി. പൈപ്പ് വെച്ച് കൊടുത്താൽ ഈ 4 പോയി, പിന്നെ 3 2 1 പൊക്കം പറഞ്ഞു വരികയാണ്. അപ്പൊ 5 മാത്രം അപ്പം കുറച്ച് വെള്ളം അല്ലാതെ മുകളിൽ എന്തെങ്കിലും ഇത് വെച്ചിട്ട് വെള്ളം വീഴ്ത്തിടും. കാരണം അപ്പൊ ഇതിലോട്ട് ഈ വെള്ളം ഇങ്ങനെ വന്ന് ഇത് സ്വാഭാവികമായ ആ താഴ്ച ഉള്ളതുകൊണ്ട് ഗ്രാവിറ്റി ഫ്ലോയത്തിന് 9 8 വരും, 8 7 7 4 വരും. 4 ഈ 4 പൈപ്പ്. അങ്ങനെ പൈപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടത്, ഈ പൈപ്പൊക്കെ മണ്ണൊക്കെ കയറി അടയും. അങ്ങനെ അതിനൊക്കെ കൂടെ മെയിൻ്റെനൻസ് അതൊക്കെ നോക്കേണ്ടത്. ഇതൊക്കെ ഇതിന്റെ വീടുകളിൽ ചിലപ്പം എത്രത്തോളം എനിക്കറിയില്ല. കാരണം നമ്മൾ അതുപോലെ നോക്കണം. ഒരു മാസം 1 2 മാസം കൂടുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയത്ത്. അല്ലാത്തപ്പോൾ അത്രയും ഇല്ല. ഇത് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ, റിസോർട്ടുകളിലൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വാസ്തുപ്രകാരമുള്ള ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പോലൊക്കെ ചെയ്യും. 1 2 2 3 കയറി പോകാനായിട്ട് വൈകിട്ട് ഈവനിങ് വാക്കിനൊക്കെ പോകത്ത ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ചെയ്യും. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി. ഇവിടെ നോക്കുക 6 ഈസ്റ്റിലും സൗത്തിലും നോക്കുക 6 നമ്മൾ മോൾ വശവും തെക്ക് വശവും നോക്കുക, കിഴക്ക് വശവും തെക്ക് വശവും നോക്കുക 6 അപ്പം 9 8 വെള്ളം വരും. കന്നിമൂലം നോക്കുകയാണെങ്കിൽ 9 8 പോകും, 8 7 പോകും, 7 6 പോകും, 6 5 പോകും വെള്ളം. 6 5 പോയാൽ പിന്നെ 5 കഴിഞ്ഞാൽ പിന്നെ പോകേണ്ട 6 ക്ലോക്ക് ഡയറക്ഷൻ പോകേണ്ട 6 അപ്പൊ 6 അപ്പൊ 5 3 പോകാൻ അടിയിൽ കൂടെ പൈപ്പ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വെള്ളം പൊങ്ങിപ്പോയില്ല. അപ്പൊ അതുകൊണ്ട് 5 6 അടിയിൽ കൂടെ പൈപ്പ് ഇട്ട് ആ വെള്ളം 5 3 അപ്പൊ 2 പൈപ്പ് കൂടെ വേണ്ടി വരും. ഒന്ന് വായുമൂലയുടെ അവിടെ 4 4 പോകാനായിട്ടൊരു പൈപ്പ്, 2 ഈ അഗ്നിമൂലയുടെ അവിടെ 6 6 പോകാനായിട്ട് പൈപ്പ്. അപ്പൊ 6 ഒരേ ലെവലായോണ്ട് പോയിട്ട് പിന്നെ 3 2 1 ആയതുകൊണ്ട് വെള്ളം വെക്കണം. അപ്പൊ അങ്ങനെ വരുമ്പം 5 നമുക്ക് വെള്ളം വരാനായിട്ട് അവിടെ വേറെ എന്തെങ്കിലും വെള്ളം അത് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ചെറിയ പിന്നെ ഫൗണ്ടനോ പോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത്
അവിടെ എപ്പോഴും വീണോണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ചെയ്യുന്നു. സാധാരണ സ്റ്റെപ്പ് പോലെ ചെയ്യുമ്പോൾ താഴെ നോക്കിയാൽ മുകളിൽ അതിനടിച്ച് ലൈറ്റുകളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കൊടുക്കാമെങ്കിൽ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന നല്ല ഭംഗിയായിട്ടൊക്കെ വലിയ റിസോർട്ടുകളോ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളോ അങ്ങനെയുള്ളിടത്തൊക്കെ ഇത് വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല അറിയാവുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ, ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്ടുകളൊക്കെ നമ്മൾ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യേണ്ടത് ഈ ഹൈറ്റ് ഇങ്ങനെ വരണം എന്നുള്ള വിധം ലാൻഡ്സ്കേപ്പിന്റെ അവർക്ക് കൊടുത്താൽ മതി. ആ ലാൻഡ്സ്കേപ്പിംഗ് പ്രത്യേകമായിട്ട് എക്സ്പെർട്സ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് പ്രത്യേകം പഠിച്ച് ഉള്ളതുകൊണ്ട് അവരിത് നമ്മൾ ഈ ഹൈറ്റ് ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്തു കൊടുക്കും. മറ്റേ ഇതൊക്കെ ബാക്കിയെല്ലാം അവർ ചെയ്തു കൊടുക്കും. സാധാരണ എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ഹൈറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ അവർക്ക് കൊടുക്കുക. അവർക്ക് ഇതറിയാൻ പറ്റില്ല, ഇത് വാസ്തുവാണ്. അപ്പോൾ ഇതനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ ലാൻഡ്സ്കേപ്പിംഗ് അവിടെ ചെയ്യും. ചുറ്റുമുള്ള മണ്ണൊക്കെ അതനുസരിച്ച് പൊക്കി അങ്ങനെ പൊങ്ങി. ഇത് ഗ്രാജുവലായിട്ട് ഇങ്ങനെ താഴ്ന്ന് വെള്ളം വീഴുന്നില്ല, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ കാഴ്ചയ്ക്ക് ഭംഗി സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വരുന്നതാണ്. വെള്ളം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ചുറ്റുന്ന ലൈറ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കളർ, അത് വീടുകളിൽ നിന്ന് അത്ര പ്രാക്ടിക്കൽ അല്ല. വലിയ ഹോട്ടൽസും അവിടെയൊക്കെ നല്ല കളർ ബൾബെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ പല കളറിൽ ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ട് വരും. അങ്ങനെയൊക്കെ ഇതിനെ വളരെ മനോഹരമാക്കാൻ പറ്റും. അതൊക്കെ ഈ ലാൻഡ്സ്കേപ്പിംഗുകാരുടെ അവരെ നോക്കിക്കോളും. നമ്മളതിൻ്റെ ഈ ഹൈറ്റ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാക്കി നോക്കിക്കോളും. അപ്പം ഇത് അങ്ങേയറ്റം ഗുണകരമായ ഒരു ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി. നമ്മൾ കഴിഞ്ഞ തവണ ഈ ഡിപ്ലോമ കോഴ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിൽ പഠിച്ചത് ഇതിൻ്റെ തിയറി പാർട്ടാണ്. അതായത് എവിടെ പൊങ്ങി എവിടെ താന്നു വന്നാൽ, ഉദാഹരണത്തിന് പിന്നെ തെക്കുവശം താന്നും വടക്കുവശം പൊങ്ങിയും വന്നാൽ ദോഷമാണ്, അതിനെന്ത് ദോഷം, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ തിയറിയാണ്. ആ തിയറി എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് ഇവിടെ കാണിച്ചിരുന്നു. ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. കാരണം നമ്മൾ ബേസിക് കോഴ്സിൽ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടുതലുണ്ട്. ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ കൂടുതലായിട്ട് നമുക്ക് നോക്കട്ടെ. എല്ലാം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഗുണകരമായ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഉപകാരമാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ്. ഈ ലാൻഡ്സ്കേപ്പിംഗ് ഇത് ഞാൻ റിവിഷനിൽ കൊണ്ട്, ഇത് ശരിക്കും റിവിഷൻ അല്ല. ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് കഴിഞ്ഞ ഇതിൽ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചിട്ടില്ല. പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നത് ഈ വീതി ലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ടാണ്. വീതി ലക്ഷണങ്ങൾ മറ്റു നേരത്തെ ആദ്യം ഉള്ള ഇതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ടാണ് ഇത് ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. അത് റിവിഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ ഇത് പഠിച്ച് പിന്നെ കുറച്ച് 1-2 മാസം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ആദ്യമായിട്ടാണ് ബേസിക് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കി വെക്കുക. പ്രാക്ടിക്കലായിട്ട് വളരെ ഗുണകരമായിട്ട് വരുന്ന ഒരു കാര്യം. നമുക്ക് വീടുകളിൽ ചെയ്യണേ. പക്ഷെ ഇതുപോലെ ലൈറ്റ് ഇടുക അങ്ങനത്തെ ഒന്നും ചിലപ്പോൾ പറ്റില്ല. പക്ഷെ സ്ലോപ്പ് ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഓരോ പടി കുറച്ച് നേരത്തെ പടിയിട്ട് ആ പടിയിൽ ഓരോ പടിയിലും ഒരു സൈഡിൽ എന്തെങ്കിലും ചെടികളൊക്കെ നടുകയോ മറ്റേത് സിമെന്റ് പടി വെച്ച് ചവിട്ടി ഇറങ്ങി വരാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോ നമ്മളുടെ ഓരോരുത്തരുടെയും എത്രത്തോളം നമുക്ക് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാനൊക്കും. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. ഈ നോർത്ത് ഈസ്റ്റ് കോർണറിൽ 1 സൗത്ത് വെസ്റ്റ് കോർണറിൽ 9 അല്ലേ വന്നേക്കണേ? അതെ. അപ്പൊ അതിന്റെ അർത്ഥം നോർത്ത് ഈസ്റ്റ് 1 അടി പൊക്കാണെങ്കിൽ മറ്റടുത്ത് 9 അടി പൊക്കം വേണമെന്നാണോ? അതായത് ഇവിടുത്തെ പൊക്ക നോർത്ത് ഈസ്റ്റിൽ പ്ലോട്ടിന്റെ ഇത്രയും ഭാഗത്തെ പൊക്ക 1 അടിയാണെങ്കിൽ, ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 അടിയാണെങ്കിൽ ഇവിടെ അത് 9 അടിയാവും. 1 അടി വെച്ചാണെങ്കിൽ ഇതിപ്പോ വേണേ 1ഉം 2ഉം ആയിട്ടുള്ളത് 1 അടി തന്നെ വേണം, നിർബന്ധമില്ല. 2 അടി ആക്കുകയാണെങ്കിൽ 1ഉം 9ഉമായിട്ട് 18 അടി വ്യത്യാസം വരും. 1നും 2ഉം ആയിട്ടുള്ള വ്യത്യാസം 2 അടി ആക്കുക. അതൊക്കെ അവിടുത്തെ സ്ലോപ്പുകളും അതെല്ലാം അനുസരിച്ചാണ് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, അതിന്റെ എക്സ്പെൻസ് ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. നമ്മൾ ഈ 1ഉം 2ഉമായിട്ട് 1 അടി വ്യത്യാസം വേണോ, 2 അടി വ്യത്യാസം വേണോ, 1/2 അടി വ്യത്യാസം മതിയോ? 1/2 അടിയാണെങ്കിൽ 1ഉം 9ഉമായിട്ട് 4 അടിയുടെ വ്യത്യാസം വരും. ഒരാൾ പൊക്കത്തിന്റെ വ്യത്യാസം വരും 1ഉം 9ഉമായിട്ട്. അസം പിന്നെ 1 അടി വയ്ക്കുകയാണെങ്കിൽ 1ഉം 9ഉമായിട്ട് 8 അടിയുടെ വ്യത്യാസം. അതായത് ഏതാണ്ട് ഒരു നിലയുടെ ഏതാണ്ട് ആ ഹൈറ്റ് വരും, ഒരറ്റവും മറ്റേ അറ്റവുമായിട്ട്. അതിനപ്പോ 9 അടി എന്ന് പറയുന്നത് നമ്മള് കല്ല് വെച്ച് അടിക്കാലും മതിൽ കെട്ടിയാലും മതിയോ? മതിൽ വെളിയിലാണ് വരുന്നത്. ഈ വാസ്തുമണ്ഡലത്തിന്റെ മതിൽ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ വെളിയിൽ തിക്കായിട്ട് കാണിച്ചിരിക്കുന്നത് അവിടെയാണ് ചെറിയ ഒരു മതിൽ വരുന്നത്. അതിനകത്തായിട്ട് ആണ് ഇത് ചെയ്യേണ്ടത്. അതിനകത്തായിട്ട് ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ പ്ലോട്ടിന്റെയും വീടിന്റെ ഒക്കെ അളവ്, വീട് അല്ലെങ്കിൽ വേറെ എന്താ ഒരു ബിൽഡിംഗ് എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെയൊക്കെ അളവനുസരിച്ച് നമുക്ക് ഇതിനെ അതൊക്കെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലാൻഡ്സ്കേപ്പിംഗിന്റെ എക്സ്പെർട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഐഡിയ ആയിട്ട് അവർക്ക് ഈ വീതി എത്ര കൊടുക്കണം ഇവിടെ ഇതിന്റെ പക്ഷെ അകത്തെ ഈ റെക്ടാങ്കിൾ പോലെ കാണുന്നത് അകത്തത് അത് ചെയ്യുമ്പോൾ
അത് മണ്ണിനടിയിലോട്ട് ഒരടി കൂടുതൽ താഴ്ച ചെയ്യാൻ പാടില്ല. കാരണം മണ്ണിനടിയിലേക്ക് ഈ അകത്തെ ഈ തിക്കായിട്ട് കാണിച്ചിരിക്കുന്ന വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയല്ല. ഒരു സെക്കൻഡ് ശ്രദ്ധിക്കുക. ഹലോ, ഇത് ശബ്ദം കേൾക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിക്ക് അകത്ത് കാണുന്ന ഈ ഒരു അതിർത്തി, അത് നമ്മളിപ്പം ഇപ്പൊ ഡീപ്പായിട്ട് ഇപ്പൊ 2 അടി താഴ്ച കല്ല് കെട്ടിയൊക്കെ അങ്ങനെ ഉറക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് എടുക്കും. നമുക്ക് എവിടെയാണോ ഇവിടെ താഴ്ചയിൽ സെപ്പറേഷൻ വരുന്നത് അത് വാസ്തുമണ്ഡല അതിർത്തിയായിട്ട് എടുക്കും. അപ്പൊ ഇവിടുത്തെ ഈ അകത്ത ഈ റെക്ടാങ്കിൾ പോലെ കാണുന്നത് അത് വളരെ കുറച്ച് അധികം ഹൈറ്റ് താഴോട്ട് പോകാൻ പാടില്ല. അതങ്ങനെ ചെയ്യാൻ പറ്റും. അധികം താക്കാതാണ്. അതിനകത്ത് വേറെ കൂടുതൽ ഇതൊന്നും വരുന്നില്ല, കർഷകർ വരുന്നത് വെളിയിലുള്ള വാസ്തുമണ്ഡലത്തിന് നമുക്ക് ഒരു 2 അടിയോ മിനിമം ഒരടി കൂടുതൽ വേണം വാസ്തുമണ്ഡലം തിരിക്കാനായിട്ട്. അപ്പോൾ 1 അടി കൂടുതൽ 2 അടി എന്തെങ്കിലും താഴ്ത്തി ഇത് ചെയ്യാം. ബാക്കിയുള്ള അത്ര 1 അടി കുറവേ താഴ്ത്താവും. അത് താഴ്ച പോലെ ചുടികട്ടയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇത് താഴ്ച വരാതെ വരണം. മണ്ണിന്റെ ലെവലിൽ നിന്ന് കൂടുതൽ താഴാതെ വരണം ഇവിടുത്തെ ഈ സെപ്പറേഷൻ. അങ്ങനെ ആ സെപ്പറേഷൻ കൂടുതൽ താഴ്ന്നു കഴിഞ്ഞാൽ അത് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് എടുക്കും. പക്ഷെ വാസ്തുമണ്ഡലത്തിന് അകത്തായിരിക്കണം ഇത് ചെയ്യേണ്ടത്. എന്നാലേ ഇതിന്റെ ഗുണം ആ വീട്ടുകാർക്ക് പൂർണ്ണമായും കിട്ടുള്ളൂ. വാസ്തുമണ്ഡലത്തിന്റെ വെളിയിൽ ചെയ്താൽ അതിന് ഇടയ്ക്കൊരു വാസ്തുമണ്ഡലത്തിന്റെ ഇത് വരുന്നത് കൊണ്ട് ആ ഗുണം പൂർണ്ണമായും ആ വീട്ടിൽ അല്ലെങ്കിൽ ആ കെട്ടിടത്തിലുള്ളവർക്ക് കിട്ടാതെ വരും. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഇത് ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും, ശരിയായിട്ട് അത് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ. മറ്റെന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടാക്കിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ആ ലാസ്റ്റത്തെ സെന്റൻസ് ഒന്നുകൂടി പറയാമോ? കേട്ടില്ല. ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഇല്ലേ? നോക്കട്ടെ. ശേനയം സുമുഖം ബ്രഹ്മം. ഒരു സെക്കൻഡ്. അവസാനത്തെ സെന്റൻസ് ഒന്ന് വായിക്കാം. അവസാനത്തെ സെന്റൻസ് ശ്വേനകം ശ്വമുഖം ബ്രഹ്മഘനം എന്നീ 3 ദോഷഹേതുക്കളായ അവസ്ഥകളും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ മാത്രമുള്ള ദോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ക്രമീകരണം വളരെ ശ്രേയസ്കരമാണ്. അതെ, ലാസ്റ്റ് എഴുതിയില്ല. ഗുണങ്ങൾ മാത്രമുള്ള ദോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ക്രമീകരണം വളരെ ശ്രേയസ്കരമാണ്. ഇനി മറ്റാർക്കും എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സംശയം, ഈ ഉയർച്ച താഴ്ചകൾ ക്രമീകരിക്കുമ്പോൾ ഈ വാസ്തുമണ്ഡലത്തോട് ചേർന്നുള്ള ഒരു നിശ്ചിത വീതിയിലുള്ള സ്ഥലം മാത്രം മതിയോ ഇങ്ങനെ ക്രമീകരിക്കുന്നത്, അതോ ആ വീട് ഇരിക്കുന്ന ഏരിയ അതേ ബാധിക്കുമോ? അല്ല, വീട് വേണ്ട. അതായത് നമ്മൾ സാധാരണ ഒരു വാസ്തുമണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് വീടിന്റെ ചുറ്റുമുള്ള ഭാഗം നമ്മളൊരു മുറ്റമായിട്ടും വാസ്തുമണ്ഡലത്തിന് വെളിയിലുള്ള ഭാഗം പുരയിടമായിട്ടുമാണ് സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. വാസ്തുമണ്ഡലത്തിന്റെ ഒരു അതിർത്തി വന്നിട്ട് ആ അതിർത്തിക്ക് വെളിയിൽ നമ്മുടെ പുരയിടമായിട്ട് വരും. വീടിന്റെയും ആ അതിർത്തിന്റെ ഇടയ്ക്ക് ഭാഗം നമ്മുടെ മിറ്റമായിട്ട് വരും. ആ മിറ്റമായിട്ട് വരുന്ന വാസ്തുമണ്ഡലത്തിന് അകത്ത് വേണം ഇത് ചെയ്യാൻ. വാസ്തുമണ്ഡലത്തിന് വെളിയിൽ ഇത് ചെയ്താലും അതിന്റെ ഗുണമുണ്ടാവും, പക്ഷെ ഇത്ര എഫക്ട് വരില്ല. വാസ്തുമണ്ഡലത്തിന് അകത്ത് ചെയ്യുന്നതിന്റെ അത്ര എഫക്ട് വരില്ല വാസ്തുമണ്ഡലത്തിന് വെളിയിൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ ഇത് നമുക്ക് ഈ 3, 6 എന്നൊക്കെ എഴുതിയേക്കുന്ന അതിന്റെ ആ വീതി നമുക്ക് ആവശ്യം എടുത്തിട്ട് ഈ ഇതിൽ ഉയരം അഡ്ജസ്റ്റ് ചെയ്ത് അത് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. സ്റ്റെപ്പ് പോലെ ചെയ്താൽ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയൊക്കെ ആവും. പിന്നെ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ മണ്ണ് പെട്ടെന്ന് ഒലിച്ചു പോകാതിരിക്കാൻ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഓരോ സ്റ്റെപ്പിന്റെ അറ്റത്ത് അങ്ങനെ മണ്ണ് പെട്ടെന്ന് ഒലിച്ചു പോകാത്ത ചെയ്യാൻ പറ്റും ഈ സ്റ്റെപ്പുകളൊക്കെ. അപ്പൊ മിറ്റം വരുന്ന ഭാഗമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കേട്ടില്ല. മിറ്റമായിട്ട് വരുന്ന ഭാഗമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. മിറ്റമായിട്ട് വരുന്ന വാസ്തുമണ്ഡലത്തിനോട് ചേർന്ന് വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളിൽ വരുന്ന ഭാഗം. ഈ 6-ന്റെയും ഇതിന്റെയൊക്കെ ഈ വീതി എന്ന് പറയുന്നത്, എന്റെ കഴ്സർ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, ഇതിന്റെ ഈ വീതി എന്ന് പറയുന്ന ഭാഗം അത് നമ്മൾ എത്ര വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അത് എത്രയും കൂടുന്നോ അത്രയും അതിന്റെ എഫക്ട് കൂടും. അപ്പൊ ഈ വീട് നമുക്കിപ്പോ ഒരു സപ്പോസ് ഒരു 5 അടിയാണ് ഇത് കൊടുക്കാമെങ്കിൽ, ഒരു 5 അടി ഇത്രയും വീതി കൊടുക്കാമെങ്കിൽ അതിനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതാണ്. 5 അടി കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടെ ഗുണം കൂടും 6 അടി കൊടുത്താൽ.
അപ്പൊ എത്ര കൊടുക്കാന്നുള്ളത് അതിന്റെ ഭംഗി അതൊക്കെ വെച്ചിട്ട് സാധാരണ അതിന്റെയൊക്കെ അളവൊക്കെ നിശ്ചയിക്കുന്നത് ഈ പിന്നെ ഇതിന്റെ എക്സ്പേർട്സ് ആയിരിക്കും, ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പേർട്സ് ആയിരിക്കും. ലാൻഡ്സ്കേപ്പിങ്ങിന് പ്രത്യേകം പഠിച്ച എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നവര്. അവർക്ക് ഇത് ഈ ഒരു ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ അതിന്റെ നമ്മളെക്കാൾ നല്ല ഐഡിയ അവർക്ക് കാണും, എങ്ങനെയാണ് ഈ ഹൈറ്റ് കൊടുക്കേണ്ട പോകുന്നത്, അതിന്റെ വെള്ളം എങ്ങനെ കൊണ്ടുപോകണം, അതൊക്കെ അവർ പല്ലിങ്ങനെ. മാത്രമല്ല പലയിടത്തും ഇപ്പൊ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ തെക്കുവശയും വടക്കുവശയും ഒരേ വീതി വേണം നിർബന്ധമില്ലല്ലോ, ഇപ്പൊ വീതി വ്യത്യാസം വരാമല്ലോ. നിർബന്ധമില്ല, പക്ഷെ കഴിയുന്ന ഒരേപോലെ പോയാൽ നമുക്ക് കാഴ്ചക്ക് ഒരു ഭംഗി വരും. ഇത് ചെയ്യുന്നത് ഏതാണ്ട് ഒരുപോലെ പിടിക്കുന്ന അതുപോലത്തെ ഒരു സെപ്പറേഷൻ എല്ലാം കൊടുത്ത് അധികം ആഴമില്ലാത്ത ഇതിന് സെപ്പറേഷനെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ കാഴ്ചയുടെ ഭംഗി, അതായത് വാസ്തുപ്രകാരം ഇതിപ്പോ ഒരു ഇതിന്റെ തെക്കുവശത്തിന്റെ വീതി ഒരു അരയടി കൂടി വടക്കുവശം ഒരു അരയടി കുറഞ്ഞില്ലെന്ന് വെച്ച് വാസ്തുപ്രകാരം പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ആ വീതി കുറഞ്ഞെടുത്ത് അതിന്റെ എഫക്റ്റ് കുറച്ച് കുറവ് വരും. ഇപ്പൊ ഇവിടെ നമ്മള് തെക്കുവശത്ത് ഒരു 5 അടി വീതിയിലും വടക്കുവശത്ത് ഒരു 4 അടി വീതിയിലുമാണ് ചെയ്യുന്നതെങ്കിൽ 1 അടി ഇവിടെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തെക്കുവശത്തിന്റെ ആ എഫക്റ്റ് അത്ര എഫക്റ്റ് ഇവിടെ കിട്ടില്ല, കാരണം ഇതിന് വീതി കൂടുന്നതോറും അതിന്റെ എഫക്റ്റ് കൂടും. മനസ്സിലായി. അപ്പൊ അതിന്റെ നമുക്ക് ഇവിടെയൊക്കെ ആവശ്യം സ്ഥലം, കാരണം വീടിനോട് ചേർന്ന് വരരുത്, ഇത് വീടിനോട് ചേർന്ന് വരാതെ അവിടെ ഒരു മിറ്റം വേണം. അപ്പൊ ആ മിറ്റം കഴിഞ്ഞിട്ട് ഇത് ചെറിയ പൊക്കം കുറഞ്ഞ ചിലങ്ങനെ വളഞ്ഞൊക്കെ മതിലുപോലെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഭംഗിയുള്ള വിധത്തിൽ അകത്തെ ഇത് ചെയ്യും. പക്ഷെ അതിന് അടിയിലോട്ട് ഡീപ്പായിട്ട് 1 അടി കൂടുതൽ താഴ്ച അതിന് പാടില്ല, 1 അടി ഇവിടെ മുകളിൽ നിർത്തണം. ഇത് അതിന് സൈഡിലോട്ട് ആ 1 അടി താഴ്ച കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് താഴോട്ടും എടുക്കാതെ അതിനെ ഉറപ്പിക്കാൻ പറ്റും. അഥവാ ഈ വെള്ളം എല്ലാം അങ്ങനെ കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീണത് പോകാതിരിക്കാനായിട്ട് അതൊക്കെ ഈ ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്സ് അവർ ചെയ്തോളൂ. നമസ്തേ സാർ. ഓക്കെ സാറേ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ഫേസിങ് ഒരു സ്ക്വയറായ ഒരു ഭൂമി നോർത്ത് ഫേസിംഗ് ആണ്, വീട് വെക്കാൻ തയ്യാറായി, സമചതുരമാണ്. അതിന് ഒരു ഈസ്റ്റ് വെസ്റ്റ് റോഡ് പോകുന്നുണ്ട്. അല്പം പൊക്കത്തിലൂടെ പോവുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഈസ്റ്റ് വെസ്റ്റ് റോഡ് ഈ പ്ലോട്ടിനകത്തൂടാണോ? അല്ലല്ലോ, വെളിയിലല്ലേ? അല്ലല്ല, ഈ ഭൂമിക്ക് മുകളിൽ അല്പം മുകളിലായിട്ട് വരും ഈ റോഡ് പോകുന്നതും. മുകളിൽ ഉദ്ദേശിക്കുന്നത് സെയിം ലെവലല്ല, ഇങ്ങനെ പൊങ്ങിയ ഒരു സ്ഥലം താന്ന ഒരു സ്ഥലം പൊങ്ങിയ പ്ലോട്ടാണോ? അല്ല, പ്ലോട്ട് സമചതുരം തന്നെ. നോർത്ത് സമചതുരം എന്നല്ല ഉദ്ദേശിച്ചത്, അതിന്റെ ഹൈറ്റ് വ്യത്യാസമുണ്ടോ? സമനിരപ്പാണ് ഭൂമി. പക്ഷെ റോഡ് അതായത് അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന കിഴക്ക് പടിഞ്ഞാറ് റോഡ് പോകുന്നുണ്ട്. അല്ല, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? തെക്കോ കിഴക്കോ വടക്കോ പടിഞ്ഞാറോ എവിടെയാണ്? നോർത്ത് താഴ്ന്നു കിടക്കുന്ന ഭാഗം. അപ്പൊ നോർത്തിലാണ് റോഡ് ഉള്ളത്? അതെ, നോർത്തില് കിഴക്ക് പടിഞ്ഞാറ്. ആ, കിഴക്ക് പടിഞ്ഞാറ്. അതല്ല, അപ്പൊ ഇത് ഇപ്പൊ ഉള്ള വീടാണോ പുതിയ വീട് ചെയ്യാനാണോ? പുതിയ വീട് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇപ്പൊ നോർത്ത് ഫേസിംഗ് ആകുമ്പോ വീട് ചെയ്യുന്നത് തെക്കിനിയായിട്ടായിരിക്കണം, തെക്കിനിയുടെ അളവുകളായിരിക്കണം. ആ വടക്ക് വശത്ത് റോഡ് വരുന്നതുകൊണ്ട് വീട് വടക്കോട്ട് ഫേസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീട് വടക്കോട്ട് ഫേസ് ചെയ്യുമ്പോൾ വീട് തെക്കിനി വീടായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഉയർച്ചയെ ഞാൻ ചോദിച്ചത്. റോഡ് അല്പം ഉയർന്ന, വസ്തുവിൽ നിന്നും ഉയർന്നാണ് റോഡ് കാണപ്പെടുന്നത്. അത് അങ്ങനെയുള്ള കേസുകളിൽ നമ്മള് അപ്പൊ അതിനെ ഒരു താഴ്ചയായിട്ട് കൂട്ടാൻ പറ്റുമോ? അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഇപ്പൊ വടക്കുവശത്ത് ആണ് റോഡെന്ന് പറഞ്ഞു. വടക്കുവശത്ത് റോഡ് ഭൂമി നമ്മുടെ ഈ വാസ്തുവിന്റെ അതിർത്തിയോട് ചേർന്നാണോ റോഡ് വരുന്നത്, അതോ കുറെ മാറിയാണോ? നമ്മുടെ ഈ വാസ്തുമണ്ഡലം പ്രത്യേകം വല്ലതും കെട്ടിയിട്ടുണ്ടോ? ഈ നമ്മുടെ വസ്തുവിന്റെ അതിർത്തി അല്ലാതെ, വസ്തുവിന്റെ ബൗണ്ടറി അല്ലാതെ പ്രത്യേകിച്ച് വാസ്തുമണ്ഡലം കെട്ടിയിട്ടുണ്ടോ വടക്കുവശത്ത് റോഡിന്റെ സൈഡില്? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കട്ടായി പോയോ? ആർക്കും കേട്ടൂടെ? ഹലോ, ഒരു സംശയം ചോദിച്ചോണ്ട് നാളുടെ സൗണ്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടേ ചോദിച്ചത്. അവരുടെ പേര് ലെഫ്റ്റ് ആയി കാണും. അതന്നെ, അത് എങ്ങനെയാ ആ സംശയം ചോദിച്ച കുട്ടി ലെഫ്റ്റ് ആയി കാണും. സംശയം ചോദിച്ച ആളുടെ ഫോൺ മ്യൂട്ടാണ്. അതന്നെ, അത് ഇതിന് പോയി എങ്ങനെയെങ്കിലും. എനിക്ക് ഇതുപോലെ ആദ്യം പറ്റിയ ഒരു പ്രാവശ്യം അല്ലാതെ പറ്റിയ 2 പ്രാവശ്യം നമ്മൾ പോയത്. എനിക്ക് 1 പ്രാവശ്യം അങ്ങനെയാ പറ്റിയത്. ഹലോ, പറയൂ. ഹലോ, സാറേ കേൾക്കുന്നുണ്ട്.
സാറേ വസ്തുവിൽ നിന്നും റോഡ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന അത് വടക്കാണല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. ശരിക്ക് അതും പറയാം. വടക്കുവശത്തുള്ള റോഡ് വസ്തുവിനേക്കാൾ പൊങ്ങിയിരിക്കുന്നത് അത് നല്ലതെന്ന് പറയാൻ ഒക്കില്ല. പക്ഷെ വസ്തുവിന്റെ സെയിം ലെവലാണെങ്കിലും മതി. വലിയ കാര്യമായ പൊക്കം എപ്പോഴും നമ്മുടെ പ്ലോട്ടിനേക്കാൾ പൊങ്ങി റോഡ് വന്നു കഴിഞ്ഞാൽ റോഡിൽ നിന്ന് വെള്ളം വന്ന് വസ്തുവിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ശരിക്കും ബ്ലോക്ക് ചെയ്തൊക്കെ വെള്ളം അകത്തോട്ട് വരാത്ത വിധത്തിലൊക്കെ ചെയ്യേണ്ടി വരും. കാരണം വടക്ക് വശത്ത് നിന്ന് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ വടക്ക് താങ്ങാൻ വരണ്ടേ. അപ്പോൾ വടക്കുന്ന് വീട്ടിലോട്ട് വെള്ളം കയറി വരുന്നത് നല്ലതല്ല. അപ്പോൾ വടക്ക് വശത്ത് റോഡ് പൊങ്ങിയിരിക്കുകയും ആ പൊങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ പുരയിടത്തിലേക്ക് വെള്ളം ഒഴുകി ഇറങ്ങുകയും ചെയ്യുന്നത് നമുക്ക് വാസ്തുപ്രകാരം നല്ലതല്ല. കാരണം വടക്ക് പൊങ്ങിയിരിക്കുന്നു, അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വടക്കുന്ന് വെള്ളം ഇറങ്ങി വരുന്നു. അപ്പോൾ അവിടെ നമ്മളിവിടെ ഒരു അതിർത്തിയൊക്കെ ചെയ്യുമ്പോൾ ആ അതിർത്തി ഇങ്ങനെ വെള്ളം വരാത്ത വിധത്തിൽ വെള്ളം അതിർത്തിയുടെ വെളിയിൽ കൂടെ ഒഴുകി പോകണം. നമ്മുടെ പ്ലോട്ടിലോട്ട് വരാതെ വെളിയിൽ കൂടെ ഒഴുകി പോകത്തക്കോണം വൃത്തിയായിട്ടൊക്കെ അത് ചെയ്യേണ്ടി വരും അവിടെ അതിർത്തി. അതെ, അതിനുള്ള ഡിസ്റ്റൻസ് ഉണ്ട് സാറേ. വാസ്തുമണ്ഡലം കഴിഞ്ഞും പറമ്പും കഴിഞ്ഞാണ് റോഡ്. ഓക്കെ. ആ, അപ്പൊ അങ്ങനെ എന്നാലും ഈ വടക്കുവശം പൊങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മുടെ വസ്തുവിനേക്കാൾ വടക്കുവശം പൊങ്ങിയിരിക്കുന്നത് ശരിക്കും വാസ്തുവിധി അനുസരിച്ച് നല്ല. അപ്പൊ അതിന് ഇടയ്ക്ക് കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ അത്ര ആ എത്ര ദൂരം പറമ്പുണ്ടോ അതനുസരിച്ച് ഈ ദോഷത്തിന്റെ ശക്തി കുറയും. സാറേ അതിന് നമുക്കൊരു കന്നിമൂല ഉയർത്തി കൊടുത്താൽ ഈ റോഡിന് നിരപ്പായിട്ട് കന്നിമൂലയുടെ ഭാഗം ഉയർത്തി കൊടുത്താൽ ഇതിനൊരു റെമഡി ആയിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും കന്നിമൂല എത്ര പൊക്കാമോ അത്രയും നല്ലതാണ്. ഇതിന് റെമഡി ആയിട്ട് അല്ലെങ്കിൽ തന്നെയും കന്നിമൂല നമുക്ക് പൊക്കുന്നത് വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കെല്ലാം ഐശ്വര്യം കൂടുതലാണ്. കന്നിമൂലയുടെ ഭാഗം പൊക്കാൻ പറ്റുന്നെങ്കിൽ പൊക്കുന്നത് അത് എത്രയും പൊക്കാമോ അത്രയും നല്ലതാണ്. കന്നിമൂലയുടെ ഭാഗം പൊങ്ങുന്നതും ഈശാനുമൂലയുടെ ഭാഗം താന്നു വരുന്നതും ഏറ്റവും നല്ലതാണ്. ശരി സാർ, ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും നമ്മളെ ഈ വാസ്തുമണ്ഡലത്തില് നമ്മളിപ്പോ ഇപ്പൊ പഠിപ്പിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് പുറത്തുള്ള ഹൈറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ മുറ്റത്തിന്റെ ഹൈറ്റും കൂടി അക്കോർഡിംഗിൽ നമ്മൾ ബാലൻസ് ചെയ്ത് വേണ്ട ക്രമീകരിക്കാൻ. ക്ലിയർ ആയില്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല, അതുകൂടെ പറയാം. നമ്മള് ഈ 1, 2, 3 നമ്പർ ഇട്ടിട്ട് ഹൈറ്റ് അറേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ വാസ്തുമണ്ഡലത്തിന്റെ ലാൻഡ്സ്കേപ്പിംഗില്. വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളില്. അപ്പൊ ഈ വാസ്തുമണ്ഡലത്തിന്റെ ഉള്ളില് നമ്മൾ ഹൈറ്റ് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ മുറ്റത്തിനും അക്കോർഡിംഗലി നമ്മൾ കറക്റ്റ് ചെയ്യണമല്ലോ അല്ലെ? വീടിന്റെ മുറ്റം നിർബന്ധമില്ല. മുറ്റത്തിന് അവിടെ ഇങ്ങനെ പൊങ്ങി മുകളിൽ വശത്ത് പൊങ്ങി അത് എപ്പോഴും വരുമ്പോൾ കിഴക്ക് വശവും വടക്ക് വശവും താന്നിരിക്കുന്നതും തെക്ക് വശവും പടിഞ്ഞാറ് വശവും പൊങ്ങിയിരിക്കുന്നതും നല്ലതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 4 എന്നൊക്കെ എഴുതിയിട്ടില്ലേ, ഇവിടെ ഇപ്പം കിഴക്ക് വശത്ത് 1, 2, 3 അവിടെയൊക്കെ താന്നു വരുന്നു, 6 വന്ന് പൊങ്ങി വരും. എന്നാലും പൊതുവെ ഈ കിഴക്ക് വശം നമ്മുടെ വീടിനേക്കാൾ താഴ്ന്ന കിഴക്ക് വശവും വടക്ക് വശവും താന്നും തെക്ക് വശവും പടിഞ്ഞാറ് വശവും പൊങ്ങിയും വരാമെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇവിടെ ഇപ്പം കൂടുതൽ 9, 8, 7, 6 അതൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരുമാതിരി പൊങ്ങിയിരിക്കും തെക്ക് വശം. അതുപോലെ തന്നെ പടിഞ്ഞാറ് വശവും 8, 7, 4 ഒഴിച്ച് ബാക്കി 8, 7. അപ്പൊ 4 വരുന്ന ഭാഗം ആ പ്ലോട്ടില് നമ്മൾ ഈ ഇവിടുത്തെ 4ന്റെ ഹൈറ്റ് എവിടെ കൊടുക്കാവൂ, ഇവിടുത്തെ ഇങ്ങനെ ഹൈറ്റ് കൂടി വരും. അത് മനസ്സിലായി. മുറ്റം ഉൾപ്പെടെയാണല്ലോ അല്ലെ? മുറ്റം ഉൾപ്പെടെ. മുറ്റം ഇതുപോലെ മുറ്റം ഇങ്ങനെ ചെയ്യണമെന്നില്ല. മുറ്റം ഒരേ നിരപ്പായിരുന്നത്. മുറ്റം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ 4 വശവും ഒരേ നിരപ്പായാലും മതി. മുറ്റം നേരെ വന്നിട്ട് ഇവിടെ ആ ഹൈറ്റിനനുസരിച്ച് നമ്മൾ എത്ര ഹൈറ്റ് കൂടുകയാണെങ്കിൽ അവിടെ കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നെ അതനുസരിച്ച് ഇവിടേക്കിന് ഒരു ബാരിക്കേഡ് പോലെ കെട്ടേണ്ടി വരും അകത്തും. കാരണം ആ അകത്തൂടെ നമ്മൾ ഈ ഒഴുക്ക് വരാം. അപ്പൊ എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഇത് നമ്മുടെ ഇവിടെ ഈ മുറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും. അപ്പൊ ഇവിടെ മുറ്റത്തിന് കുറച്ച് സ്ഥലം കുറയും. നമ്മൾ ഈ വാസ്തുമണ്ഡലത്തിന് ഉള്ളിലുള്ള ഇത്രയും സ്ഥലം. പക്ഷെ ആ സ്ഥലം കുറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഹൈറ്റിന്റെ പറ്റുന്ന നമ്മുടെ കിഴക്ക് വശത്ത് നമ്മുടെ വീടിനേക്കാൾ താന്നും കിഴക്കും വടക്കും താന്നും തെക്കും പടിഞ്ഞാറും പൊങ്ങിയും വരാൻ കഴിയുന്നിടത്തോളം നോക്കണം. അത് മനസ്സിലായി. അത് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ചും ഈ ലാൻഡ്സ്കേപ്പിംഗുകാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കി ഇതൊക്കെ അവർ ചെയ്യും. അവർക്ക് നമ്മളെക്കാൾ അങ്ങനെയുള്ള ചെയ്യാൻ അവരത് പഠിച്ചിട്ടുള്ളവരാണ്. ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വാസമണ്ഡലത്തിന്റെ ചുറ്റുള്ള ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഇപ്പം ഈ ലാൻഡ്സ്കേപ്പിംഗ് എക്സ്പെർട്സ് അങ്ങനെ ചെയ്യാനുള്ള അവർക്കറിയാം, നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് അറിയാം. സാറേ, ഇപ്പൊ ഗേറ്റ് ഒക്കെ വരുമ്പോ അവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഭൂമിയെ മുറ്റത്തേക്ക് ഗേറ്റ് വരല്ലോ, പടിപ്പുര ഗേറ്റ് വരുമ്പോ അവിടെ മുറ്റത്തേക്ക് അതിന്റെ കാലം ഉയർന്ന നിൽക്കില്ല ഗേറ്റ്. അതൊക്കെ എന്തോ ഒരു ക്ലിയർ ആവില്ല. ഗേറ്റ് വരുമ്പം മുറ്റത്തേക്കാളും ഉയർന്ന വെക്കേണ്ടി വരില്ലേ
നമ്മളെ വീടിന്റെ മുറ്റം വരുന്നില്ല, അതിനേക്കാൾ ഉയർന്നു വെച്ചിട്ട് വരും. അപ്പൊ ഗേറ്റ് ഇപ്പൊ അതിലിപ്പോ 3-2 ഫ്ലാറ്റ് ഈ വാസ്തു മണ്ഡലത്തിന്റെ ഒക്കെ വെളി ശ്രദ്ധിക്കുക. ഈ വാസ്തു മണ്ഡലത്തിൽ തന്നെ ഗേറ്റ് വരുന്നില്ല. വാസ്തുമണ്ഡലത്തിന്റെ വെളിയിലായിട്ട് നമ്മുടെ ഇത് വസ്തു കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വാസ്തു മണ്ഡലത്തിൽ ഗേറ്റ് വരുള്ളൂ. അല്ലെങ്കിൽ ഗേറ്റ് ഇവിടുന്ന് കുറെ മാറിയേ വരുള്ളൂ. ഇതിന് ചുറ്റും വേറെ സ്ഥലം കാണും. ഈ വാസ്തുമണ്ഡലത്തിന് ചുറ്റും വേറെ സ്ഥലം കാണും. ആ സ്ഥലത്തിനെയാണ് നമ്മുടെ സ്ഥലം വെളിയിലും കാണും. ആ വെളിയിലുള്ള സ്ഥലത്തെയാണ് നമ്മള് മതിൽ കെട്ടിത്തിരിക്കുന്നത്. ആ മതിൽ കെട്ടിത്തിരിക്കുമ്പോൾ മതിലിന്റെ ഭാഗത്താണ് ഗേറ്റ് വരുന്നത്. ആ ഗേറ്റ് വരുമ്പോൾ ആ ഗേറ്റ് നല്ല സ്ഥലത്തായിരിക്കും നമ്മൾ നോക്കണം. അത്രേ ഉള്ളൂ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. അത് വരാനായിട്ട് ഇവിടുത്തെ ഈ ഭാഗം താഴ്ന്നിരിക്കുന്ന ഈ ഭാഗം പൊങ്ങിയിരിക്കുന്നത് നമ്മൾ എവിടെയാണ്, അപ്പൊ തെക്ക് വശത്താണോ റോഡോ പടിഞ്ഞാറ് വശത്താണോ അതനുസരിച്ച് ആ റോഡിന്റെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതുമായിട്ട് അനുസരിച്ച്. കാരണം നേരെ വന്നിട്ട് വീടിന്റെ അടുത്തോട്ട് കാറ് വരണമെങ്കിൽ ഇവിടെ വന്ന് പെട്ടെന്ന് പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് താഴ്ന്നു പോകാക്കൂലല്ലോ കാറിന്, സ്റ്റോപ്പായിട്ട് പോകണ്ടേ. അപ്പൊ അതനുസരിച്ച് ഇത് ചെയ്യേണ്ടി അത് വഴിയായിട്ടൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ടി വരും ചെയ്യുമ്പോൾ നമുക്ക്. ഇപ്പൊ ഏത് ഭാഗത്താണ് നമ്മുടെ ഗേറ്റ്, അപ്പൊ മനസ്സിലായല്ലോ. വേറെ എന്തെങ്കിലും നമ്മള് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് 1 നിന്ന് 2 മിനിമം ഹൈറ്റ് എത്രയെന്നുണ്ടോ? ഏതിന്റെ മിനിമം ഹൈറ്റ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമല്ലോ. അല്ല, ലാൻഡ്സ്കേപ്പിംഗ് ഞാൻ പറഞ്ഞില്ലേ 1-ഉം 2-ഉമായിട്ട് ഇപ്പൊ ഒരടി വെക്കും, 2-ഉം 3-ഉമായിട്ട് അതേ ഒരടി തന്നെ. എല്ലാ കോൺസ്റ്റന്റ് ആയിട്ട് ഒരടി 1-ഉം 2-ഉമായിട്ടുള്ള വ്യത്യാസം 2-ഉം 3-ഉമായിട്ട് വേണമെങ്കിൽ നിർബന്ധമില്ല. 1-നേക്കാൾ പൊങ്ങിയിരിക്കണം, 2-നേക്കാൾ പൊങ്ങിയിരിക്കണം, 3 അത് എത്ര നമുക്ക് അവിടുത്തെ ആ സ്ലോപ്പ് ഒക്കെ അനുസരിച്ച് എത്ര കൂട്ടാൻ പറ്റും. അത് ഈ തമ്മിൽ വ്യത്യാസം എത്ര കൂടുന്നോ അത്രയും ഇതിന്റെ ഗുണം കൂടും. ഇപ്പൊ 1-ഉം 9-ഉമായിട്ട് 8 അടിയാണ് വ്യത്യാസമെങ്കിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ 1-ഉം 9-ഉമായിട്ട് 10 അടി വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കന്നിമൂല എത്ര പൊങ്ങുന്നു അത്രയും ഗുണമാണ്, ഈശാനുമൂല എത്രയും താഴ്ന്നു അത്രയും നല്ലതാണ്. അപ്പൊ അതനുസരിച്ച് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ കന്നിമൂല ഈശാനുമൂല വ്യത്യാസം കൂടുന്നതനുസരിച്ച് അകത്തോ ബിൽഡിംഗ് താമസിക്കുന്നവർക്കുള്ള ഗുണവും കൂടിക്കൊണ്ടിരിക്കും. കന്നിമൂല എത്ര പൊക്കുക അത്രയും പൊക്കുക, ഈശാനുമൂല എത്രയും താക്കാമോ അത്രയും താക്കുക. ശരി സർ. വേറെ എന്തെങ്കിലും സംശയങ്ങള്? ഇപ്പൊ നിങ്ങൾ നേരത്തെ ഈ ഡിപ്ലോമ അല്ലെങ്കിൽ പിന്നെ ബേസിക് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ച അടുത്ത നമ്മുടെ സിലബസ് നമ്മൾ പിന്നെ സ്ഥാനനിർണ്ണയമാണ് നമ്മൾ അടുത്തായിട്ട് റിവിഷൻ. ഇതിപ്പോൾ റിവിഷനാണ്. ഇത് ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒഴിച്ച് ബാക്കിയുള്ള റിവിഷനാണ്. ആ റിവിഷന് നമ്മൾ മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ നേരത്തെ പഠിച്ച നോട്ടുകളോ പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിക്കൊണ്ടുവരും. അപ്പൊ എളുപ്പമായിരിക്കും. നമുക്ക് നിങ്ങൾ എല്ലാവരും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കുമല്ലോ. അപ്പം ഈ പിന്നെ പ്ലോട്ടിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും വാസ്തു മണ്ഡലത്തിന്റെയൊക്കെ സ്ഥാനം കാണാനായിട്ട് മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം അതൊക്കെ വെച്ചിട്ടാണ് ആദ്യം വാസ്തു മണ്ഡലത്തിന്റെ സ്ഥാനം കണ്ടിട്ടാണ് വീടിന്റെ സ്ഥാനം കാണുന്നത്. വീടിന്റെ സ്ഥാനം കാണാൻ നമുക്കറിയാം പരമശായിക പദവിന്യാസമൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ സ്ഥാനം കാണുന്നത്. പക്ഷേ വാസ്തു മണ്ഡലത്തിന്റെ സ്ഥാനം കാണുന്നതിന് പിന്നെ മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം 3ആയിട്ട് തിരിച്ചിട്ട് ഓരോന്നിനും ഓരോ മെത്തേഡാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്യും അടുത്ത ക്ലാസ്സിൽ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മുമ്പ് പഠിച്ച നോട്ടുകളോ ഇപ്പം പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം സ്ഥാനനിർണ്ണയത്തിലെ മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം, അതുപോലെ അല്പക്ഷേത്രത്തിലെ വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്, തെക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്, പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന വീട്, അതിൻ്റെയൊക്കെ മധ്യം എങ്ങോട്ട് വരണം, അതിനെ ചെറിയ പടങ്ങളും ഒക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അത് അങ്ങനെ പഠിച്ചിട്ടുള്ളവർ അവരുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തോളൂ. അപ്പോൾ ഇച്ചിരി എളുപ്പമായിരിക്കും നമുക്ക്. കാരണം ഇതൊക്കെ ഇനി വരുന്ന കുറച്ച് ദിവസത്തേക്ക് റിവിഷനാണ്. അപ്പം നമ്മളിപ്പം ഏതാണ്ട് 9:30 കഴിഞ്ഞു. ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം. സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പം ആർക്കും സംശയമൊന്നും ചോദിക്കാത്തതുകൊണ്ട് ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് വരിക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കാരണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് സംശയ നിവൃത്തി ചോദിക്കുന്ന ആൾക്ക് സംശയ നിവൃത്തി വരുന്നു എന്നല്ല, എല്ലാവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. എല്ലാ ആളുകൾക്കും അതുകൊണ്ട് മെച്ചമുണ്ടാവും. ശരി, അപ്പം ഓഫ് ചെയ്യാണ്. എല്ലാവർക്കും നമസ്തേ സർ. നമസ്തേ സാർ.